ध्यान से सुनना, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. अगले 3 महीने അടുത്ത 3 മാസം ये जो मैं पढ़ा रहा हूँ, ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്ന കാര്യം मैं हर जगह नहीं पढ़ाता ये। ഞാൻ എല്ലായിടത്തും ഇത് പഠിപ്പിക്കത്തില്ല. अगर 3 महीने 3 മാസം इसके ऊपर मनन कर सकते हो, നിങ്ങൾ ഇത് ധ്യാനിച്ചാൽ, जैसे एक पेड़ बीज में से निकल के आता है, ഒരു മരം അത് ഒരു വിത്തിനകത്തുനിന്ന് പൊട്ടി പുറത്തു വരുന്നത് പോലെ, वैसे आपकी जिंदगी में आप आशीष देखोगे। നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായി आप भी बदल सकते हैं आपकी स्थिति। നിങ്ങളുടെ സാഹചര്യത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നിങ്ങൾക്കും കഴിയും. गरीबी को ना स्वीकारे, നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യത്തെ താലോലിക്കരുത്, അതിനെ സ്വീകരിക്കരുത്. बीमारी को ना स्वीकारे, രോഗത്തെ നിങ്ങൾ സ്വീകരിക്കരുത്. हमारा परमेश्वर आशीष देने वाला परमेश्वर है। നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. कितने लोग हालेलुया बोलेंगे? എത്ര പേര് അതിനൊരു ഹല്ലേലൂയ പറയും? ആമേൻ ആമേൻ. मैं वो सिखाने वाला हूँ, परमेश्वर हमें आशीष देने वाला परमेश्वर है। ഞാൻ അത് നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മെ അക്ഷരികമായി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. मैं कल रात को जब यहाँ उतरा ट्रिवांड्रम में, ഞാൻ ഇന്നലെ വൈകുന്നേരം ഇവിടെ ട്രിവാൻഡ്രത്ത് വന്ന് ഇറങ്ങിയപ്പം मेरे पास जूते भी नहीं थे। എൻ്റെ കയ്യിൽ ഷൂ ഇല്ലായിരുന്നു. मैं दौड़ के गया, कल रात को जूते खरीदे, ഓടിപ്പോയി ഇന്നലെ രാത്രി മേടിച്ച ഷൂ ആയത്. क्योंकि मैंने अपने जूते किसी को उतार के दे दिया। കാരണം ആവശ്യത്തിലുള്ള ഒരാൾക്ക് എനിക്കുള്ള ഒരു നല്ല ഷൂ ഞാൻ അങ്ങ് ഊരി കൊടുത്തതാ. मैं अभी बीच में सऊदी अरेबिया गया। ഞാൻ സൗദി അറേബ്യ വരെ യാത്ര ചെയ്തു. ज्यादातर लोग सफर करते हैं तो बक्सा भर के वापस आते हैं। സാധാരണഗതിയിൽ ആൾക്കാരിങ്ങനെ യോഗം ചെയ്യാൻ മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോൾ പെട്ടി നിറച്ച് സാധനങ്ങളുമായിട്ടായിരിക്കും അവർ മടങ്ങി വരുന്നത്. मेरा बक्सा खाली था जब मैं वापस आया। ഞാൻ തിരിച്ചു വരുമ്പം ഖാലിയുള്ള ഒരു ബോക്സുമായിട്ടാണ് വന്നത്. मैं अभी भी उतर के सामान दिल्ली में थोड़ा बांट के थोड़े लोगों को आया। ഇപ്പോൾ വന്നപ്പോഴും ഡൽഹിയിൽ ഇറങ്ങി ഉള്ള സാധനങ്ങളൊക്കെ കുറേ പേർക്ക് കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. आपके पास्टर को पहले थैंक यू वेरी मच पास्टर फॉर अलाउइंग मी टू बी हियर विद यू। പാസ്റ്ററിന് നന്ദി പറയുകയാണ്, ഈ യോഗത്തിന് വേണ്ടി എന്നെ ഇവിടെ വിളിച്ചല്ലോ. It's a blessing to be with you and I pray God will honor and bless you. ഇവിടെ ആയിരിക്കുന്നത് എനിക്ക് ഏറെ സന്തോഷമാണ്. ദൈവം നിങ്ങളെ മാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. I pour out myself that you will see the glory of God in your life. ആമേൻ. നിങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കേണ്ടതിന് എൻ്റെ ഉള്ളിലുള്ളത് അങ്ങനെ ഒഴിച്ചു നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. मैं सऊदी में जब प्रचार करने गया, സൗദിയിൽ ഞാൻ ശുശ്രൂഷിക്കാൻ പോയി. उन्होंने मेरे को एक होटल में ठहराया। അവരൊരു ഹോട്ടലിൽ താമസിപ്പിച്ചു. पास्टर मेरे को सुबह नाश्ता लेके आए। രാവിലെ പാസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു. मैं उससे पहले नाश्ता खा लिया। അതിനു മുൻപേ ഞാൻ കഴിച്ചു. वो मेरे को ढूंढ रहे, मैं मिल नहीं रहा। അദ്ദേഹം എന്നെ തപ്പുക, ഞാൻ എന്നെ കാണുന്നില്ല. थोड़ी टाइम के बाद देखा तो सड़क में मैं ऐसे चल रहा हूँ। കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ റോഡേ കൂടെ നടക്കുക. मैं कुछ दे रहा हूँ लोगों को, ഞാൻ ആൾക്കാർക്ക് കൊടുക്കുക. तो देने के मैं वापस जब कमरे में आया, होटल में आया, ഞാൻ അതെല്ലാം കൊടുത്തിട്ട് തിരിച്ച് ഹോട്ടലിൽ വന്നപ്പോൾ मेरे से बोला पास्टर जी ने, അദ്ദേഹം എന്നോട് ഇങ്ങനെ क्या പറഞ്ഞു, कर रहे थे आप? എന്തുവാ നിങ്ങൾ അവിടെ मैंने ചെയ്തോണ്ടിരുന്നത്? कहा वो जो सब मजदूर है वहाँ जो खड़े हैं, ഞാൻ പറഞ്ഞു, അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ എല്ലാം കണ്ടോ? आज शायद उनको काम ना मिले, ഒരുപക്ഷെ ഇന്ന് ജോലി കിട്ടിയില്ല എങ്കിൽ, शायद खाना ना मिले, അങ്ങനാണെങ്കിൽ അവരുടെ വീട്ടിൽ ഭക്ഷണമില്ല. इसलिए मैं थोड़ा खाने का पैकेट, അതുകൊണ്ട് ഈ ഫുഡിന്റെ ചെറിയ പാക്കറ്റുകൾ, एक 25 पैकेट ഒരു 25 പാക്കറ്റ് लेके बांटने के लिए निकला। അത് എടുത്ത് വിതരണം ചെയ്യാൻ ഇറങ്ങിയതാ. मेरे को बहुत पसंद है मूंगफली, എനിക്ക് ഈ കടല കപ്പലണ്ടി ഇഷ്ടമാണ്. वो भी मैंने थोड़ा लिया അതും കുറച്ചെടുത്തു, और मैं बांटने लगा। എല്ലാവർക്കും കൊടുത്തു. पास्टर रोते हुए, मेरे पास मैसेज है मेरे फोन पे, എൻ്റെ ഫോണിൽ ഇന്നും ആ മെസ്സേജ് കിടപ്പുണ്ട്. കരഞ്ഞോണ്ട് पास्टर ने मेरे से ये बोला, അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, यहाँ बहुत सारे पास्टर्स आते हैं ഇവിടെ ഒരുപാട് പാസ്റ്റർമാർ വരാറുണ്ട്, और दूसरों के बारे में नहीं सोचते। പക്ഷെ അവര് അവിടെ വന്നിട്ട് വേറെ വല്ലവർക്കും എന്തെങ്കിലും കൊടുത്തിട്ട് പോകണമെന്ന് ചിന്തിക്കാറേ ഇല്ല. आप यहाँ आके जो मसीह में भी नहीं है उनको भी आप देने में लगे हुए हैं। പക്ഷെ നിങ്ങൾ വിശ്വാസി പോലും അല്ലാത്ത ആൾക്കാർക്ക് അങ്ങോട്ട് ചിലത് വിതരണം ചെയ്തിട്ട് പോകുന്നു. ഇത് എന്തുവാ ഇത്? मैंने बोला क्योंकि परमेश्वर ने मुझे आशीष दिया हुआ है। ഞാനിങ്ങനെ പറഞ്ഞു, കാരണം ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട്. मुझे आशीष होके जीने के लिए बुलाया हुआ है।
ഒരു അനുഗ്രഹമായി ജീവിക്കുവാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. मेरा आशीष उमंड रहा है. അതുകൊണ്ട് എന്നിലുള്ള അനുഗ്രഹം പിടിച്ചു നിർത്താൻ കഴിയാതെ ഒഴുകി പുറത്തോട്ടങ്ങ് പോകുക. आजकल तो कप ऐसे मिलता है. ഈയിടെ ഉള്ള കപ്പുകളെല്ലാം ഇങ്ങനെയാണല്ലോ. पुराने जमाने में नीचे एक प्लेट जैसा भी होता था. ഇതിന് മുൻപുള്ള हम वैसे पीते हैं, दिखा रहे हैं आपको. ചലോ യഹി ഉദാഹരണം बोलते हैं ना. वही है. ഇതിന്റെ താഴെ ഒരു സോസർ കിട്ടുമായിരുന്നു. जब आपके ऊपर से, आपके अंदर से उमड़ेगा दूसरे जो सॉसर जैसे, आप उनके लिए आशीष बन पाओगे. നിങ്ങൾ നിറഞ്ഞ് കവിയുമ്പോൾ അത് നിങ്ങളിൽ ഒതുങ്ങി നിൽക്കത്തില്ലല്ലോ. മറ്റുള്ളവരിലേക്ക് കപ്പിൽ നിന്നും സോസറിലേക്ക് പോകുന്നത് പോലെ അത് പോകും. उत्पत्ति 1:28. ഉൽപ്പത്തി 1:28. वहां परमेश्वर हमसे कह रहा है फलदायक होने के लिए. അവിടെ നമ്മോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഫലപുഷ്ടിയുള്ളവരായി अरे हम तो തീരുക. बच्चों में तो फलदायक है. നമ്മള് മക്കൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഫലപുഷ്ടിയുള്ളവരാണ്. मेरे पिताजी आगे हैं. എന്റെ പിതാവ് അതിലും മാതൃകയാണ്. क्योंकि हमारे घर में हम 5 बच्चे थे. ഞങ്ങൾ 5 പിള്ളേരായിരുന്നു. उसके ऊपर से और को लेके आके घर पे അത് പോരാഞ്ഞിട്ട് പുറത്തുനിന്ന് പിള്ളേരെ ദത്തെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തുന്ന फलदायक പരിപാടി. है. ഒത്തിരി ഫലപുഷ്ടിയുള്ള ആള്. पर सिर्फ बच्चों में नहीं, പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ മക്കളെ ജനിപ്പിക്കുന്ന കാര്യത്തിനകത്ത് മാത്രമല്ല ഇത്. हमारे हर एरिया में, जिंदगी की हर एरिया में हम आशीषित है कि नहीं, सवाल ये നമ്മുടെ है. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം ഫലപുഷ്ടിയുള്ളവരായി വർദ്ധിച്ചു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുക. परमेश्वर चाहता है कि आप आगे जाएं, पीछे ना जाएं. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ മുൻപോട്ട് സഞ്ചരിക്കണം, പുറകോട്ട് പോകണം എന്നുള്ളതല്ല. पर हमारे दिमाग में एक एक सोच है. നമ്മുടെ മൈൻഡിനകത്ത് മനസ്സിനകത്ത് ഇങ്ങനെ ഒരു ചിന്തയുണ്ട്. हम परमेश्वर के पीछे जाएंगे तो നമ്മൾ കർത്താവിന്റെ പുറകെ നടക്കുമ്പോൾ हमें सब कुछ त्यागना पड़ेगा. നമ്മളെല്ലാം വിട്ടിട്ട് വേണം പോകാൻ. वो तो है, सच है. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അത് ശരിയാണ് കേട്ടോ. पर आप जब त्यागोगे परमेश्वर के लिए, പക്ഷേ നിങ്ങൾ ചിലത് യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ परमेश्वर आपको आशीष देगा. ദൈവം അതിന് പകരമായി അനേക മടങ്ങ് തിരിച്ചു തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം കൂടിയാണ്. मैंने देखा हुआ, भूखापन देखा हुआ है. ഞാൻ ഇങ്ങനെ വിശപ്പിൽ ജീവിച്ച മനുഷ്യനാണ്. मैंने कमी देखी हुई है. കുറവുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. पर मैंने अभी ठान ली अपनी जिंदगी में, പക്ഷേ എന്റെ ജീവിതത്തിൽ ഒരു തീരുമാനം ഞാൻ എടുത്തു. उस जगह में नहीं बैठूंगा अभी. അവിടെ തന്നെ ഇരിക്കുന്ന പരിപാടിയേ ഇല്ല. अगर राजाओं की किताब में आप देखोगे, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നോക്കിയാൽ वहां 4 कोढ़ी लोग हैं. അവിടെ 4 കുഷ്ഠരോഗികൾ. वो अपने आप से कहते हैं, അവരോട് പറയുക, यहाँ बैठ के क्या फायदा, ഇവിടെ ഇരുന്നിട്ട് എന്താ പ്രയോജനം? हम तो यही मरेंगे, ഇവിടെ തന്നെ हम മരിക്കാനാണോ? तो ऐसे ही हैं, നമ്മൾ ഇങ്ങനെ തന്നെ മരിക്കാനാണോ? भूख में हैं, ഇവിടെ हम വിശപ്പിലാണ്. तो कोढ़ी हैं, നമ്മൾ हम तो കുഷ്ഠരോഗികളാണ്. यही रहेंगे. നമ്മൾ എന്നും ഇങ്ങനെ തന്നെ पर ആയിരിക്കും. उन्होंने ठान ली, विश्वास में वो आगे जाएंगे, പക്ഷേ അവര് തീരുമാനമെടുത്തു, അവര് വിശ്വാസത്തോടെ മുൻപോട്ട് സഞ്ചരിക്കും. इसलिए उनको खाने को मिला. അതുകൊണ്ട് അവർക്ക് ഭക്ഷിപ്പാൻ ചിലത് കിട്ടി. सबने उनको कोढ़ी कहा, എല്ലാവരും നിങ്ങൾ കുഷ്ഠരോഗികളാണെന്ന് सबने പറഞ്ഞു. उनको धकेला, എല്ലാരും അവരെ തള്ളി മാറ്റി शहर के बाहर डाला. പട്ടണത്തിന്റെ പുറത്ത് വിട്ടു. पर आखिरी में यही आशीषित लोग हुए. എന്നാൽ അവസാനം ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടമായി അവർ തന്നെ മാറി. शायद आपके खिलाफ लोग खड़े होंगे, ഒരുപക്ഷെ നിങ്ങൾക്കെതിരായി ജനം നിൽക്കും. पर आप परमेश्वर के लिए खड़े रहें പക്ഷേ നിങ്ങൾ യേശുവിന് വേണ്ടി और നിലകൊള്ളണം. आगे जाते रहें. അങ്ങനെ മുൻപോട്ട് പോകണം. आखिरी में आप लोगों के लिए आशीषित होंगे. ഏറ്റവും അവസാനം ജനങ്ങൾക്ക് വേണ്ടി അനുഗ്രഹത്തിന്റെ സ്രോതസ്സായി ദൈവം നിങ്ങളെ മാറ്റും. क्योंकि परमेश्वर കാരണം ദൈവമോ आशीष देने वाला परमेश्वर है. നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. कितने लोगों के पास बटुआ है? നിങ്ങൾ എത്ര പേരുടെ കയ്യിൽ പേഴ്സ് ഉണ്ട്? ठीक है, हम एक उदाहरण करने जा रहे हैं. अच्छा दे रहे आप मेरे को. कोई बात नहीं, आप रखो. उन्होंने बोला दे दो तो दे दिया. हमारा परमेश्वर वैसा ही है. നമ്മുടെ ദൈവം അങ്ങനെ ചോദിച്ചാൽ തരും. 500 रुपए 500 രൂപ. मैं दिखाने वाला हूं आपको एक उदाहरण, ठीक है? ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. हम इसको इस बीच में से फाड़ेंगे. നമ്മൾ ഇതിനെ നടുക്കുന്നൊന്ന് കീറാം. 1 2 थोड़ी लोगों की जान निकल गई, मैंने देखा. പാസ്റ്ററെ ഈ ഉദാഹരണം വേണ്ടായിരുന്നു. आपके पैसे नहीं है,
ये आपका नहीं है, ഇത് നിങ്ങളുടെ അല്ല, मेरे हैं। എനിക്ക് എന്റേതാ ഇത്. मैं जो मर्जी करूं, എനിക്ക് ഇഷ്ടമുള്ളത് ഇത് വെച്ച് ചെയ്തു. पर आपको क्यों चोट लगी? പക്ഷെ ഇത് കീറാൻ പോവാന്ന് പറഞ്ഞപ്പോ ഏതാണ്ടൊരു നമുക്കൊരു ഞെട്ടല്. किसको 500 चाहिए? ആർക്ക് വേണം 500 രൂപ? अन्ना वाह सिस्टर वाह वाह സാറാ അല്ല പുറകിൽ ആന്റി ആദ്യം ആരെ ഏറ്റവും മുമ്പേ കൈ പൊക്കി അവർക്ക് കിട്ടത്തുള്ളൂ. ജോളി you should have been little more. No, keep it. देखिए मैं एक चीज यहाँ बोलूं. ഞാൻ ഒരു കാര്യം ഇവിടെ പറയട്ടെ. जब परमेश्वर हमको देता है, ദൈവം നമുക്ക് തരുമ്പോൾ धन्यवाद के साथ നന്ദിയോടെ लेना भी सीखें. അത് മേടിക്കാൻ പഠിക്കുക. എന്തിനു വേണ്ടെന്ന് പറയുന്നേ? कभी कभी अरे पास्टर दे रहे हैं, अरे യോ നമുക്ക് അന്നേരം आशीष दिया हुआ परमेश्वर है मेरा. ദൈവം അനുഗ്രഹങ്ങളെ നൽകുന്ന ദൈവമാണ്. पिछले साल കഴിഞ്ഞ വർഷം मेरे को सिर्फ 75 शर्ट मिला. എനിക്ക് 75 ഷർട്ട് മാത്രമേ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയുള്ളൂ. उसमें से 2 शर्ट ही रखा मैंने, അതിനകത്തുനിന്ന് 2 വെച്ചുള്ളൂ. बाकी सारा बांट दिया. ബാക്കിയെല്ലാം ഞാൻ അങ്ങ് കൊടുത്തു. एक तो ये शर्ट है, ആ 2-നകത്തെ ഒരെണ്ണമാണ് ഞാൻ ഇപ്പോൾ ധരിച്ചിരിക്കുന്നത്. this is yours. താങ്ക് യു പാസ്റ്റർ. വാട്ട് എ ഗുഡ് എക്സാമ്പിൾ. मेरे कलीसिया में എന്റെ ചർച്ചില് जब भी मैं पूछता हूँ किसको चाहिए, ഞാൻ എപ്പോഴും എന്തോ വേണമെന്ന് ചോദിച്ചാൽ सबसे पहले बच्चे चढ़ जाते हो, हाथ उठाते ഏറ്റവും हो, ആദ്യം പിള്ളേരാ ചാടി കൈ क्योंकि പൊക്കുന്നത്. उनको पता है കാരണം അവർക്കറിയാം उनके पास्टर जी देंगे. അവരുടെ പാസ്റ്റർ തരും എന്ന് അവർക്ക് അറിയാം. मेरे को डर नहीं है देने में. എനിക്കിങ്ങനെ ഈ കൊടുക്കുന്ന കാര്യത്തിൽ മടിയോ പേടിയോ ഒന്നുമില്ല. लोग जब देते हैं क्या सोचते हैं? ആൾക്കാർ ഇങ്ങനെ കൊടുക്കുമ്പോ എന്താ വിചാരിക്കുന്നതെന്ന് അറിയാമോ? अरे वो जा रहा मेरा पैसा. അയ്യോ ഇത് കൊടുത്താൽ എന്നെ വിട്ടുപോകുന്നു ഈ പണം. चंदे के समय में लोग आत्मा में गिरने लगते हैं. അങ്ങനെ കൊടുക്കുന്ന കാര്യം വരുമ്പോ ആൾക്കാര് ആത്മവിവശതയിൽ വീഴാൻ തുടങ്ങുന്നു. बहुत लोग जब चंदा देते कैसे कर देते हैं? ഒത്തിരി ആൾക്കാര് നമ്മളിങ്ങനെ കൊടുക്കുന്ന വിഷയം വരുമ്പോ എങ്ങനെയാണെന്നറിയാമോ? इधर उधर देखते हैं, അപ്പുറത്ത് ആരെയും നോക്കും. कोई देख रहा है तो 500 का पकड़ लेते हैं. ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒരു 500 ഇങ്ങ് വലിക്കും. जैसे ही उन्होंने मुंह मोड़ा, അവരപ്പുറത്ത് നിൽക്കുന്നയാൾ അങ്ങോട്ട് നോക്കുമ്പോ 10 पकड़ लिया हाथ പെട്ടെന്ന് ഒരു 10 രൂപ ചുരുട്ടി അങ്ങ് പിടിക്കും. और जोर से पकड़ते हैं. അത് വളരെ ബലത്തോടെ അതിനെ മുറുക്കി പിടിക്കും. जब तक वो ऑफरिंग बॉक्स नहीं आता, ആ ഓഫറിംഗ് ബോക്സ് വരുന്നിടം വരെ हम जोर से पकड़ के रखते हैं, जोर से पकड़ के रखते हैं, നമ്മൾ അതിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പിടിക്കും. और फिर हम डालते हैं. അതിനുശേഷം നമ്മൾ അതിനെ जब हम डालते हैं, അത് നമ്മൾ ഇട്ട് കഴിയുമ്പോ ये गांधी जी भी हंसने लगते क्योंकि आपने इतना दबा दिया उनको. അതിലുള്ള ഗാന്ധിജിയെ ഞെരുക്കി ഒരു പരുവാക്കിട്ടാ നമ്മൾ അതിനകത്ത് ഇടുന്നേ. പുള്ളി പോലും ചിരിക്കുക. आपने इतना दबाया वो रोने लगे थे. നിങ്ങൾ ഞെരുക്കി പുള്ളി ചിരിയാ. अरे मेरे बाइबल में लिखा हुआ है खुशी से देने के लिए. ദൈവത്തിന്റെ വചനത്തിൽ എന്തുവാ എഴുതിയിരിക്കുന്നത്? സന്തോഷത്തോടെ കൊടുക്കണം. जब आप दोगे, നിങ്ങൾ കൊടുക്കുമ്പോൾ ये कहना ഇങ്ങനെ പറ, मेरा आशीष का समय आ गया है. എന്റെ അനുഗ്രഹത്തിന്റെ സമയം വന്നു. हम अभी चंदा लेंगे, ठीक है? നമ്മൾ ഇപ്പൊ ഓഫറിംഗ് എടുക്കാൻ പോവാ. आधे लोग अब पास्टर चंदा भी लोगे. ഇപ്പൊ ഒരു ഓഫറിംഗ് नहीं, मैं പറഞ്ഞില്ലായിരുന്നു. ये देख रहा हूँ कि आपके ये पैसे क्या आपके हृदय में बैठे हुए हैं. ഈ പൈസ നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് കയറുക. पैसा गलत नहीं है. ഈ പൈസ എന്ന് പറയുന്ന കാര്യം തെറ്റല്ല. आइए देखिए पहला तिमोथी 6:10. 1 തിമോത്തിയോസ് 6:10 നമുക്കൊന്ന് നോക്കാം. 1 തിമോത്തിയോസ് 6:10. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴിഞ്ഞ് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. तो क्या कह रहा है वहां साफ? അവിടെ എന്താണ് വളരെ വ്യക്തമായി? वहां ये नहीं लिखा पैसे गलत हैं. അവിടെ ഈ പൈസ തെറ്റാണെന്നല്ല പറയുന്നത്. उसके लिए जो प्रेम है, रुपए का लोभ अदान തെറ്റ്. हम दिमाग में हमेशा यही सोचते रहते हैं, നമ്മൾ എപ്പോഴും ഇതാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, कैसे मिलेंगे, എങ്ങനെ കിട്ടും.
कब मिलेंगे। എപ്പ കിട്ടും, എങ്ങനെ കിട്ടും? चंदा डालने के बाद हम सोचते कितना आया होगा उसमें। നമ്മൾ ഇടുന്നത് പോരാഞ്ഞിട്ട് എത്ര കിട്ടി കാണും എന്നൊക്കെയാ നമ്മുടെ ചിന്തകൾ. देखिए हमारी सोच एक बीमारी जैसे हो चुकी है. നമ്മുടെ ആ ചിന്താമണ്ഡലം തന്നെ സമ്പത്തിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ രോഗം പിടിച്ചിരിക്കുക. ये मेरे से चिपका हुआ नहीं है. ഈ പണം എന്ന് പറയുന്നത് എന്നോട് പറ്റിച്ചേർന്ന് കൊണ്ടു നടക്കേണ്ട കാര്യമല്ല. पैसे आते हैं पैसे जाते हैं. കാശ് വരും കാശ് പോകും. पर पैसे को लेके मैं छुपता नहीं हूँ और छुपाता भी नहीं हूँ. പക്ഷേ ഈ കാശ് നമ്മൾ ഇങ്ങനെ എവിടെയെങ്കിലും മറച്ചു വെക്കേണ്ടുന്ന ഒരു കാര്യമല്ല. इसीलिए परमेश्वर मुझे आशीष देता है. അതുകൊണ്ട് തന്നെ ദൈവം നമ്മെ വീണ്ടും വീണ്ടും അനുഗ്രഹിക്കും, കൊടുക്കാൻ ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ടതിന്. आपके दिमाग में क्या चलता है? നിങ്ങളുടെ മനസ്സിൽ എന്തുവാ ശരിക്കും നടക്കുന്നേ? जब मैं मेरा शादी होने वाला था, मैं शादीशुदा हूँ. ഞാൻ വിവാഹിതനാണ്. एक बीवी है मेरे को. ഒരു ഭാര്യയാണ് എനിക്ക്. क्योंकि बाइबल में एक वचन है, വചനം ഇങ്ങനെ പറയുന്നു, no man can serve two masters. രണ്ട് യജമാനന്മാരെ ആർക്കും സേവിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് കൊണ്ട് ഒരു ഭാര്യയുടെ ഭർത്താവ് മാത്രമാണ് एक ഞാൻ. ही बहुत है. ഒന്ന് തന്നെ അധികം. दो बच्चे हैं, രണ്ട് മക്കൾ, बेटी बेटा. മോളും മോനും. बड़ी बेटी है മൂത്തത് മകളാണ്, 18 साल. 18 വയസ്സ്. शादी के लिए नहीं बोल रहा, ठीक है? आप चिंता नहीं करना. അവളെ കെട്ടിക്കാറായി, സഹായം വേണം എന്നോർത്ത് പറയുവാന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. बेटा 12 साल का. മകന് 12 വയസ്സ്. मेरा बेटा एक अद्भुत बेटा है. എന്റെ മകൻ അവനൊരു പ്രത്യേക സ്പെഷ്യൽ ആളാണ്. जब पैदा हुआ था मरा हुआ पैदा हुआ था. അവൻ ജനിച്ചപ്പോൾ ജീവനില്ലാതെ മരിച്ചവനെ പോലെയാണ് അവൻ ജനിച്ചത്. जब उसके अंदर जीवन आया थोड़े समय बाद, കുറച്ചു കഴിഞ്ഞ് ജീവൻ മടങ്ങി വന്നപ്പോൾ उन्होंने हमें बोला ये वेजिटेबल कंडीशन होगा. ഇവന് ഇങ്ങനെ ജീവിച്ച് മുമ്പോട്ട് പോകും, പക്ഷെ ഒരു പ്രവർത്തനശേഷി ഇല്ലാത്തതുപോലെ ഒരു സ്റ്റേറ്റിലായിരിക്കും. जब वो पेट के अंदर था, he was not getting food for 3 दिन के लिए खाना नहीं मिल रहा था उसे ढंग से. അവന് ഉദരത്തിലായിരിക്കുന്ന സമയത്ത് 3 ദിവസം അവനിലേക്ക് ഒരു ന്യൂട്രീഷനും ചെല്ലാത്ത വിധത്തിലൊരവസ്ഥയായിരുന്നു. तो जब पैदा हुआ जीवन आया उसके अंदर, അവന് ജനിച്ചതിന് ശേഷം അവന് ജീവൻ വന്നു. തിരിച്ച് स्पेशल आईसीयू में रखा. സ്പെഷ്യൽ ഐസിയുവിൽ വെച്ചു. डॉक्टर ने हमें कहा ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, जिंदगी भर अंधा होगा. ഇവൻ ഇനിയും കണ്ണ് കാണത്തില്ല ജീവിതകാലം മുഴുവൻ. डॉक्टर्स बहुत बोलेंगे. ഡോക്ടർമാർ ഇതുപോലെ ഒത്തിരി പറയും. मैं परमेश्वर का धन्यवाद करता हूँ यहाँ जितने डॉक्टर्स हैं. ഇവിടെയുള്ള ഡോക്ടർമാർക്ക് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. पर मैंने एक चीज ढूंढा है പക്ഷെ ഒരു കാര്യം ഞാൻ जो മനസ്സിലാക്കി, मेरा परमेश्वर कहता है. എന്റെ ദൈവം പറയുന്നത് वो चंगा करने वाला परमेश्वर है. നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. हमने प्रार्थना किया. ഞാൻ പ്രാർത്ഥിച്ചു. 4 महीने बाद 4 മാസങ്ങൾക്ക് उसकी ശേഷം आंखें खुली, അവന്റെ കണ്ണ് തുറന്നു. बोलने लगा. ഹല്ലേലൂയ. അവൻ സംസാരിക്കുവാൻ 4 തുടങ്ങി. साल बाद वो बोलने लगा. 4 വർഷത്തിന് ശേഷം അവൻ സംസാരിക്കാൻ തുടങ്ങി. 4 साल तक नो 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 बोलता, सिर्फ चलता था. 4 വർഷം വരെ അവൻ ഒന്നും അധികം സംസാരിക്കാൻ മേല. നോ 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 ഇങ്ങനെയുള്ള കാര്യങ്ങളാ പറയുന്നത്. सिर्फ एक शब्द, ഒറ്റ വാക്ക്, नो. നോ. तो हम एक गाना गाते थे उसकी वजह से. അവൻ കാരണം ഞങ്ങൾ ഇങ്ങനെ ഒരു പാട്ട് പാടുമായിരുന്നു. God's not dead, no. ഗോഡ്സ് നോട്ട് ഡെഡ്, നോ. ദൈവം മരിച്ചിട്ടില്ല, ഇല്ല എന്നൊരു പാട്ട് തന്നെ ഇത് കാരണം ഞങ്ങൾ ഉണ്ടാക്കി वैसे एक പാടുമായിരുന്നു. गाना है अंग्रेजी में, അങ്ങനെ ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്. वो खुश हो जाता था. അവനത് കേൾക്കുമ്പോൾ സന്തോഷിക്കുമായിരുന്നു. नो നോ नो. നോ. हमने परमेश्वर के सामने प्रार्थना करी. ദൈവസന്നിധിയിൽ ആ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. परमेश्वर ने मुंह खोला. ദൈവം അവന്റെ വായി തുറന്നു വിട്ടു. ഹല്ലേലൂയ. डॉक्टर्स ने हमें कहा ഡോക്ടർമാരിങ്ങനെ പറഞ്ഞു, मुश्किल होगा, पढ़ना मुश्किल होगा. ഇത്രയും വരെ എത്തി, പക്ഷെ ഇനിയും പഠിത്തം ശരിയാവത്തില്ല. अभी स्कूल का टॉपर है वो क्लास का. ഹല്ലേലൂയ. അവന്റെ സ്കൂളില് ക്ലാസ്സില് അവനൊരു ടോപ്പറാണ്. जब वो 10 साल का था, 10 വയസ്സുള്ളപ്പം उसने एक वेब पेज बनाया അവനൊരു വെബ് പേജ് ഉണ്ടാക്കി. एमिरेट्स एयरलाइंस का, എമിറേറ്റ്സ് എയർലൈൻസിന് വേണ്ടി ഒരു വെബ് പേജ് ഉണ്ടാക്കി. और उनको बेचा. അത് അവർക്ക് വിറ്റു. जब 10 साल का था, അവന് 10 വയസ്സ് उसने अपने പ്രായമുള്ളപ്പോൾ कॉलेज का पूरा पैसा बनाया वो पेज बेचने से. അത് അവൻ ചെയ്ത് അവന് കോളേജിൽ പഠിക്കാൻ വേണ്ടുന്ന കാശ് മുഴുവൻ അവൻ തന്നെ ഉണ്ടാക്കി. അവനത് പ്രൈസ് ആയിട്ട് കിട്ടി. मैंने अपने बच्चों को बताया हुआ है, ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ച കാര്യമാണ്. वैसे से नहीं प्रेम करना, നിങ്ങൾ കാശിനെ പ്രേമിക്കരുത്, परमेश्वर से प्रेम करना. ദൈവത്തെ മാത്രമേ സ്നേഹിക്കാവൂ.
भजन संगीता 23 में लिखा हुआ है 23-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 6 आयत में അതിന്റെ 6-ാം വാക്യം, surely नहीं, surely goodness and mercy will follow me all the days of my life. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളെ പിന്തുടരും. अगर आपकी बीवी का नाम शर्ली है, वो आपके पीछे आएगी, नहीं तो जरूर परमेश्वर की आशीषें आपके पीछे आएगी. 23-ാം സങ്കീർത്തനം അതിന്റെ 6-ാം വാക്യം, നിശ്ചയ ഭलाई और करुणा जीवन भर मेरे साथ साथ बनी रहेगी. वहां लिखा हुआ साथ साथ, കൂടെ കൂടെ എന്നാണ് ഹിന്ദിയിൽ അതിന്റെ അർത്ഥം. अंग्रेजी में will follow me, मेरे पीछे. എന്റെ പുറകെ വരും എന്നാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം. मैंने परमेश्वर से पूछा पीछे क्यों? ഞാൻ ഇങ്ങനെ ചോദിച്ചു, കർത്താവേ നിന്നെ പിന്തുടരും എന്ന് പറയുന്നത് എന്താണ്? परमेश्वर ने मुझे समझाया. എന്നെ ഇങ്ങനെ പഠിപ്പിച്ചു. एक छोटा बच्चा जब चलना शुरू करता है, ഒരു കൊച്ചു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ माता पिता पीछे चलते हैं हाथ ऐसे फैला के. അപ്പനും അമ്മയും പുറകെ നടക്കും കൈവീശി. परमेश्वर ने मुझसे कहा, എന്നോട് ഇങ്ങനെ പറഞ്ഞു, मैं तेरे पीछे ही हूँ, ഞാൻ നിന്റെ പുറകെ വെച്ച് പിടിച്ചേക്കുവാ. इसलिए मेरी करुणा, അതുകൊണ്ട് തന്നെ എന്റെ കരുണ, मेरी भलाई, എന്റെ നന്മകൾ, मेरे आशीष എന്റെ അനുഗ്രഹങ്ങൾ तेरे साथ तेरे पीछे चलेगी. നിന്നെ പിന്തുടർന്ന് നിന്റെ പുറകെ അത് സഞ്ചരിക്കും. अगर तू गिरेगा तो भी നീ വീണാലും इसके हाथों में गिरेगा. ആ കരങ്ങളിലേക്കാണ് നീ तू വീഴുന്നത്. कमी में नहीं जाएगा, നീ ഒരിക്കലും കുറവിലേക്ക് घटी പോകില്ല. में कभी नहीं जाएगा. ഒരിക്കലും നിനക്കൊന്നും കുറഞ്ഞു പോകത്തില്ല. 27 साल हो गए सेवकाई करते हुए, 27 വർഷങ്ങളായി ഈ കാര്യങ്ങളിൽ ഞാൻ നടക്കുന്നു. अभी तक मैं कर्जे में कभी नहीं आया. ഇന്ന് വരെയും ഒരു കടത്തിൽ അകപ്പെടാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. थोड़ा गलत बोला, मैं 2 घंटे के लिए कर्जे में था, 2 മണിക്കൂറത്തേക്ക് ഒരു കടത്തിന്റെ അവസ്ഥയിൽ പോയി. क्योंकि किसी ने मेरे को फ्री में एक घर दिया. ഒരാള് ഫ്രീ ആയിട്ട് എനിക്കൊരു വീട് തന്നു. तो उसका रजिस्ट्रेशन करने के लिए मेरे को पैसा चाहिए था. അത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പൈസ വേണമായിരുന്നു. मैंने मेरे छोटे भाई से बोला, थोड़ा पैसा दे दो. എന്റെ കൊച്ചു സഹോദരനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇച്ചിരി പൈസ വേണം. 2 हफ्ते के अंदर तेरे को पैसा वापस कर दूंगा. 2 ആഴ്ചക്കകം ആ പൈസ ഞാൻ നിനക്ക് തിരിച്ചു തരാം. उसने 5 मिनट में पैसा मेरे अकाउंट में डाला. 5 മിനിറ്റിൽ അവൻ പൈസ ഇട്ടു തന്നു. परमेश्वर ने मेरे से बोला, എന്നോട് പറഞ്ഞു ദൈവം, तूने बोला था तू कर्जे पे नहीं विश्वास करता. നീ പറഞ്ഞല്ലോ നീ കടത്തിൽ വിശ്വസിക്കുന്നില്ലെന്ന്. मैंने कहा, ഞാൻ പറഞ്ഞു, ഉവ്വ്. मेरे से बोला तूने तो कर्जा लिया. കണ്ടോ, നീ 2 ആഴ്ച കഴിഞ്ഞ് മടക്കി തരാമെന്ന് പറഞ്ഞ് കടം മേടിച്ചില്ലേ? तब मैंने परमेश्वर से बोला, ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, अगर तू देगा കർത്താവേ നീ എനിക്ക് തരുവാണെങ്കിൽ कर्जा खत्म हो जाएगा, ദേ അപ്പ തന്നെ കടം വീട്ടാമല്ലോ. तो तू मेरे अकाउंट में पैसे डाल. അതുകൊണ്ട് കർത്താവേ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ मेरा एक തരണം. आत्मिक पुत्र है, എന്റെ ഒരു ആത്മീക മകനുണ്ട്. उसके हृदय में पता नहीं क्या हुआ, അവന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് എന്തോ തോന്നി. उसने 2 लाख रुपए मेरे अकाउंट में डाला. 2 ലക്ഷം രൂപ അപ്പോൾ തന്നെ അവൻ എന്റെ അക്കൗണ്ടിലേക്ക് അങ്ങ് ട്രാൻസ്ഫർ ചെയ്തു. मैंने मेरे भाई को उसके 2 लाख रुपए वापस कर दिए. ആ 2 ലക്ഷം രൂപ അപ്പോൾ തന്നെ എന്റെ സഹോദരന് ഞാൻ അങ്ങോട്ട് मैंने ട്രാൻസ്ഫർ मेरे ചെയ്തു. आत्मिक पुत्र को नहीं बोला मेरे को पैसे की जरूरत है. ഞാൻ ഒരിക്കലും എന്റെ ആത്മീയ മകനോട് പറഞ്ഞില്ല എനിക്ക് പൈസ मैंने വേണം. परमेश्वर से बोला. ഞാൻ ദൈവത്തോടാണ് परमेश्वर ने ആവശ്യപ്പെട്ടത്. उसके हृदय में बात किया ദൈവമാണ് അവന്റെ ഹൃദയത്തിൽ അത് और തോന്നിപ്പിച്ചത്. परमेश्वर ने मुझे आशीष दिया. അപ്പോൾ തന്നെ എനിക്ക് അനുഗ്രഹം ഇങ്ങ് കിട്ടുകയാ. अरे हालेलुया। अगर हम सब कुछ छोड़ दें, അയ്യോ, യേശുവിന് വേണ്ടി എല്ലാം വിടാനല്ലയോ പറഞ്ഞിരിക്കുന്നേ? छोड़ने को बोला हुआ है, പറഞ്ഞിട്ടുണ്ടല്ലോ. पर उसने आशीष भी दूंगा उसने बोला हुआ है. പക്ഷേ അതിന്റെ തൊട്ട് പുറകെ നിന്നെ അനേകം മടങ്ങ് തിരിച്ച് അനുഗ്രഹിക്കുമെന്നും പറഞ്ഞിട്ടില്ലേ? Look in Proverbs നിങ്ങൾ സദൃശ്യവാക്യത്തിലേക്ക് ഒന്ന് നോക്കണം. 13 അതിന്റെ 13, उसका 22वीं आयत. അതിന്റെ 13ന്റെ 22. ध्यान से सुनना. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. अगले 3 महीने അടുത്ത 3 മാസം ये जो मैं पढ़ा रहा हूं, ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന കാര്യം मैं हर जगह नहीं पढ़ाता ये. ഞാൻ എല്ലായിടത്തും ഇത് പഠിപ്പിക്കത്തില്ല. अगर 3 महीने 3 മാസം इसके ऊपर मनन कर सकते हो, നിങ്ങൾ ഇത് ധ്യാനിച്ചാൽ, जैसे एक पेड़ बीज में से निकल के आता है, ഒരു മരം അത് ഒരു വിത്തിനകത്തുനിന്ന് പൊട്ടി പുറത്തു വരുന്നത് പോലെ वैसे आपकी जिंदगी में आप आशीष देखोगे. നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായി അനുഗ്രഹങ്ങളെ നിങ്ങൾ കാണും. मेरे कलीसिया में एक व्यक्ति भी कर्जे में नहीं है. എന്റെ ആ ഒരു ചർച്ചില് ഒരാള് പോലും കടത്തിനകത്തില്ല. मेरे को 3 कलीसिया है, मैं जो पर्सनली चला रहा हूँ. ഞാൻ വ്യക്തിപരമായി നയിക്കുന്ന 3 സഭയുണ്ട്. सैटरडे सुबह एक लंदन में, സാറ്റർഡേ രാവിലെ ലണ്ടൻ, संडे मॉर्निंग मेरे शहर में, സൺഡേ രാവിലെ ഞാൻ പാർക്കുന്ന പട്ടണത്തിൽ, संडे शाम को ऑक्सफोर्ड में. സൺഡേ വൈകിട്ട് ഓക്സ്ഫോർഡില്. तीनों कलीसिया में
ഈ മൂന്ന് സ്ഥലത്തും कोई भी कर्जे में नहीं है। ആരും കടത്തിലില്ല. ഹല്ലേലൂയ. मैं बोलता हूं लोगों को, ഞാൻ ആൾക്കാരെ പഠിപ്പിക്കുന്ന इस കാര്യം, कलीसिया के सदस्य हो तो നിങ്ങൾ ഈ ഒരു ചർച്ചിന്റെ मेरे ഭാഗമാണെങ്കിൽ ऊपर जो अभिषेक है എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം वो आपके ऊपर गिरना चाहिए, അത് നിന്റെ മേലും വീഴണം. और 6 महीने के अंदर 6 മാസത്തിനകം सब कर्जे से बाहर आना चाहिए। എല്ലാ കടത്തിനകത്തുനിന്നും നീ പുറത്തു വരണം. कर्जा आपकी जिंदगी नहीं चलाना चाहिए। നിങ്ങളുടെ ജീവിതം ഈ കടത്തിന്റെ വഴിയിലേക്ക് പോകരുത്. भला मनुष्य अपने नाता पोते के लिए क्या करता है? छोड़ता है, हाँ, क्या करता है? भाग छोड़ता है। भाग छोड़ जाता है. ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വച്ചേക്കുന്നു. बाइबल के हिसाब से ദൈവവചനം അനുസരിച്ച് एक अच्छा व्यक्ति कौन है? ആരാണ് ഒരു നല്ല മനുഷ്യൻ? ध्यान से देखना आयत। അത് ശ്രദ്ധിച്ചു കേൾക്കണം. अपने नाती पोतों के लिए कुछ छोड़ के जाता है। മക്കളുടെ മക്കൾക്ക് വേണ്ടി ചിലത് അവൻ വിട്ടിട്ട് പോകുന്നു. आप അവകാശം अपने बच्चों के लिए क्या छोड़ के जा रहे हो? നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് വിട്ടിട്ട് പോകുന്നത്? आप जब मर जाओगे നിങ്ങൾ മരിച്ചു പോകുമ്പോൾ आप क्या छोड़ोगे? എന്താണ് വിട്ടിട്ട് പോകാൻ ഉദ്ദേശം? आप उनके लिए बोझ बनोगे? നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു ഭാരമായി अरे തീരാനുള്ള यार, പ്ലാനാണ്. इनको अभी कैसे दफनाए? അയ്യോ, ഇനിയിപ്പോ ഇയാളെ കുഴിച്ചും കൂടെ ഇടണം, അതിന് ഞാൻ പൈസ ഉണ്ടാക്കണം. वैसे ही कर्जा डाल के चले गए। ഒരുപാട് കടം ഓൾറെഡി ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി ഇയാളെ കുഴിച്ചിടാനും കൂടെ ഞങ്ങൾ പൈസ ഉണ്ടാക്കണം. एक अच्छा मनुष्य, എന്നാൽ ഒരു നല്ല മനുഷ്യനോ, उसके बाद क्या कहता है? അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? परंतु पापियों का संपत्ति धर्मियों के लिए रखा गया है। പാപിയുടെ സമ്പത്തോ നീതിമാന് വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. मतलब पापियों के हाथों में जो है, പാപികളുടെ കൈകളിൽ ഇരിക്കുന്ന സമ്പത്ത്, आपके बैंक में अगर मैं पैसा ट्रांसफर करूं तो ट्रांसफर होता है। ഞാൻ ഇവിടുന്ന് പൈസ നിങ്ങളുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫർ അവിടെ സംഭവിക്കുകയല്ലേ? वैसे ही पापियों के हाथों में जो है वो ट्रांसफर होना चाहिए हमारी जिंदगी में। ഇത് വചനത്തിന്റെ ഒരു പ്രമാണമാണ്. ജാതികളുടെ കയ്യിലുള്ള സമ്പത്ത് അത് നീതിമാന്മാരിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ദൈവത്തിനൊരു പദ്ധതി. अगर आपके पास पैसे हैं നിങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ട് तो എങ്കിൽ आप ज्यादा कर सकते हो। നിങ്ങൾക്ക് അധികം ചെയ്യാൻ പറ്റും. आज रात को ഇന്ന് രാത്രിയിൽ आप यहाँ बैठ के ഇന്ന് ഇവിടെ വന്നിരുന്ന് अन्य भाषा में प्रार्थना करना അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. कि स्वर्ग से एक बिल्डिंग नीचे को गिरे। ദൈവമേ, സ്വർഗത്തിൽ നിന്നും ഒരു ബിൽഡിംഗ് താഴോട്ടുണ്ടാക്കി ഞങ്ങൾക്കൊന്ന് ഇട്ടു തരണം. नहीं आने वाला, വരത്തില്ല, ബിൽഡിംഗ് അങ്ങനെ വരത്തില്ലല്ലോ. इसलिए पैसे हमारे हाथों में आने चाहिए। അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ പ്രവർത്തികൾക്കും കാര്യങ്ങൾക്കും എല്ലാത്തിനും പണം ആവശ്യമാണ്. कि हम जमीन खरीद पाए। കാരണം നിലങ്ങൾ വാങ്ങണമെങ്കിൽ भजन संगीता സങ്കീർത്തനങ്ങൾ 24 का पहला आयत, അതിന്റെ 24-ാം അധ്യായം 1-ാം വാക്യം, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. पृथ्वी और जो कुछ उसमें है यहोवा ही का है, जगत और उसमें निवास करने वाले भी. पृथ्वी किसका है? प्रभु का. इट इज द लॉर्ड्स। वो प्रभु का है. अगर प्रभु का है तो हम क्यों नहीं लेते? हम उसके बच्चे होने के कारण। നാം ദൈവത്തിന്റെ മക്കളായിരിക്കെ എന്തുകൊണ്ട് അതിനെ അവകാശമാക്കണമെന്നൊരു താല്പര്യം നമ്മുടെ മനസ്സിലില്ല. मेरी ये प्रार्थना है, എന്റെ പ്രാർത്ഥന ഇതാ, आप सब लोग एक एक परमेश्वर एक घर मिल जाए, एक बिल्डिंग मिल जाए, धन्यवाद हो। നമ്മുടെയൊക്കെ മനസ്സും പ്രാർത്ഥന എന്താ? ദൈവമേ, ഒത്തിരി ഒന്നും എനിക്ക് വേണ്ട കേട്ടോ, ഒരു വീട്, ഒരു ബിൽഡിംഗ്, അത് മാത്രമേ. मैं वैसे लोगों के साथ समय नहीं बिताता അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടി ഇരുന്ന് വർത്താനം പറയുന്നതേ എനിക്കിഷ്ടമല്ല. जो एक के लिए मांगता है ഒന്ന് ചോദിക്കുക, वो सिर्फ अपने लिए मांगता है। എന്താണെന്നറിയാമോ? സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം जो മതി. जो 100 के लिए मांगेगा, എന്നാൽ 100-ന് വേണ്ടി कल ചോദിക്കുന്നു. मेरे को किसी को आशीष देना है तो നാളെ വേറെ ഒരുത്തനെ അനുഗ്രഹിക്കണമെന്ന് बिना എനിക്ക് सोचे मैं दे सकता हूं। എന്താണെന്നറിയാമോ? ഒന്നും ചിന്തിക്കുക പോലും വേണ്ട, എന്റെ അടുത്ത് ദൈവം അത്രയും തന്നത് കൊണ്ട് എനിക്ക് ഈസി ആയിട്ട് കൊടുക്കാം. आज सुबह मैंने जैसे बोला, ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതുപോലെ मैंने लोगों को 5 घर दिया हुआ है।
ഞാൻ ആൾക്കാർക്ക് 5 വീടങ്ങ് കൊടുത്തു. 17 गाड़ी मैंने लोगों को दिया हुआ है. ഞാൻ 17 വാഹനങ്ങൾ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. पता क्यों? എന്തുകൊണ്ടാണെന്നറിയാമോ? परमेश्वर मुझे देता है, കാരണം ദൈവം എനിക്ക് തരുന്നു, मैं लोगों को देता हूँ. ഞാൻ ആൾക്കാർക്ക് കൊടുക്കുന്നു. मेरे कलीसिया में എന്റെ ചർച്ചില് बहुत सारे लोग मेरी गाड़ी चलाते हैं ഒത്തിരി ആൾക്കാർ എന്റെ വണ്ടി ഓടിച്ചോണ്ട് നടക്കുന്നേ. क्योंकि मैं उनको दे देता हूँ. കാരണം ഞാൻ അവർക്ക് കൊടുക്കും. मेरे को परमेश्वर आशीष देता है. ദൈവം എനിക്ക് തരുന്നു. मैं पहले डरता था जब मैं कोई मलयाली मीटिंग में जाता था. ഞാൻ നേരത്തെയൊക്കെ എനിക്ക് ഇച്ചിരി പേടിയായിരുന്നു മലയാളികൾ ഓർഗനൈസ് ചെയ്യുന്ന മീറ്റിങ്ങിൽ പോകുമ്പോൾ. तो मैं वहाँ यूके में जब भी मलयाली मीटिंग में जाता मैं i20 लेके जाता था. ഞാൻ മലയാളികളുടെ മീറ്റിങ്ങിൽ പോകുമ്പോൾ i20 ഓടിച്ചോണ്ടേ പോകത്തുള്ളൂ. मेरी बीवी का गाड़ी था वो. അത് എൻ്റെ ഭാര്യയുടെ വണ്ടിയാ. मेरी अच्छी गाड़ी है इसलिए मैं लेके नहीं जाता था. എൻ്റെ വണ്ടി ഇച്ചിരി വിലയുള്ള വണ്ടിയാ, ഞാൻ അതേ പോത്തില്ല. मेरे को ये था कि अगर ये देखेंगे तो हाँ देखो पास्टर अच्छी गाड़ी चलाते हैं. ഇത് കണ്ടപാടെ ആൾക്കാരുടെ ആദ്യത്തെ റെസ്പോൺ കൊള്ളാം, വലിയ വണ്ടിയല്ല നടപ്പ്. एक दिन परमेश्वर ने मेरे से बोला, ഒരു ദിവസം ദൈവം എന്നോട് പറഞ്ഞു, मैं तेरे को आशीष दे रहा हूँ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, तू क्यों डरता है? നീ എന്തിനാ പേടിക്കുന്നേ? मैंने कहा ठीक है. ഞാൻ പറഞ്ഞു ശരി. उसके उस रात को അന്ന് രാത്രി मेरी बीवी ने मेरे से बोला, എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, मेरे को हमें कोई भविष्यवाणी मिली थी मेरे को, എനിക്ക് ഇങ്ങനെ ഒരു പ്രവചനം കിട്ടിയായിരുന്നു, तेरे को एक BMW होगा. ഒരു BMW കിട്ടും. मेरा BMW कहाँ है? എവിടാ എൻ്റെ BMW? मैंने कहा मैंने भविष्यवाणी नहीं दी. ഞാൻ അവരോട് പറഞ്ഞു, ഞാനല്ലല്ലോ പ്രവചിച്ചത്. जिसने भविष्यवाणी थी उसका गर्दन पकड़ तू. ആരാണോ നിന്നോട് പ്രവചിച്ചത് പറഞ്ഞത് അവരുടെ കഴുത്ത് പിടിക്കാൻ നീ പൊക്കോ. मैं 5 साल हो गए अभी तक मेरी गाड़ी नहीं मिली. 5 വർഷം മുമ്പ് എന്നോട് പ്രവചിച്ച് പറഞ്ഞത് ഇതുവരെ എനിക്കൊരു BMW കിട്ടിയില്ല. मेरे पास एक संदेश है, എനിക്കൊരു മെസ്സേജ് ഉണ്ട്. placing a demand on the anointing. അഭിഷേകത്തിന്റെ മേൽ നാം ഒരു ആവശ്യകത പ്രകടിപ്പിക്കുക എന്നാണ് അതിന്റെ തലക്കെട്ട്. अभिषेक के ऊपर एक डिमांड रखना. അഭിഷേകത്തിന്റെ മേൽ നമ്മൾ ഒരു ഡിമാൻഡ് വെക്കുന്നതിനെ കുറിച്ച് ഒരു जरा जल्दी സന്ദേശം मैं समझा दूं आपको. ഞാൻ പെട്ടെന്ന് അത് എന്താണെന്ന് പറയാം. यीशु मसीह की मां ने पहला जो चमत्कार था वो शादी वाला, ആ വിവാഹത്തിൽ കാനാവിലെ കല്യാണത്തിൽ നടന്ന ആദ്യത്തെ അടയാളം, मां ने बोला बेटा यहाँ तो दाखरस खत्म हो गया. അമ്മ പറഞ്ഞു ഇവിടെ വീഞ്ഞ് തീർന്നു. उसने वहां जवाब क्या दिया? എന്താണ് അവിടെ ഉത്തരം പറഞ്ഞത്? आप अपने बाइबल में जरा ध्यान से पढ़ोगे तो वहां लिखा हुआ, उसने बोला ऐसे बोला. നിങ്ങൾ ബൈബിളിൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇങ്ങനെയാണ് പറഞ്ഞത്. इंग्लिश में बोला गया वुमन, സ്ത്രീയെ, स्त्री बोला. സ്ത്രീയെ എന്ന് സംബോധന ചെയ്തു. अगर मैं मेरी मम्मी को वो स्त्री बोलूं, എന്റെ മമ്മി എങ്ങാനും നോക്കി സ്ത്രീയെ എന്ന് ഞാൻ വിളിച്ച मेरा ये जो शेप है ना वो भी बदल जाएगा. ഈ ഷേപ്പിൽ തന്നെ വ്യത്യാസം വരാൻ സാധ്യത. क्योंकि मेरे मम्मी डैडी दोनों के जूते में बहुत अभिषेक है. പപ്പായുടെയും മമ്മിയുടെയും ചെരുപ്പിൽ പ്രത്യേക അഭിഷേകം വ്യാപരിക്കുന്ന ചെരുപ്പാണ്. मेरे को मेरे डैडी का बेल्ट इतना पड़ा हुआ है, इतना पड़ा हुआ है, वो अभिषेक के कारण आज प्रचार कर रहा हूं मैं. ഡാഡിയുടെ ബെൽറ്റിലൂടെ വ്യാപരിക്കുന്ന അഭിഷേകം ഒരുപാട് ഏറ്റുവാങ്ങിയാണ് ഇന്ന് ഈ ഒരു നില വരെ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. उसने बोला स्त्री, സ്ത്രീയെ എന്ന് വിളിച്ചു. पर वो माता गुस्सा नहीं हुई. പക്ഷെ ആ അമ്മ അവിടെ കോപിച്ചില്ല. उसने उसके अभिषेक के ऊपर एक डिमांड रखा. യേശുവിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ പുറത്ത് ഒരു ആവശ്യകത പ്രകടിപ്പിച്ചു. कैसे रखा? എന്താണ് ചെയ്യുന്നത്? बिना जवाब दिए ആ പറഞ്ഞതിന് ഉത്തരം പറയാൻ നിന്നില്ല. उनको बोला, लोगों को बोला, ആൾക്കാരോട് പറഞ്ഞു, जो वो बोले वो तू कर. അവൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അതുപോലെ ചെയ്യണം. मतलब करना ही पड़ेगा इसको कुछ. ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്തേലേ പറ്റൂ. तो मैंने मेरी वाइफ को बोला, ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, let's place a demand on the anointing. നമുക്ക് ഈ അഭിഷേകത്തിന്റെ മേൽ ഒരു ഡിമാൻഡ് മേക്ക് वो ചെയ്യാം. वचन दिया गया था. ആ വചനം പറഞ്ഞല്ലോ, हाँ ये प्रार्थना करते हैं. നമുക്ക് പ്രാർത്ഥിക്കാം. प्रार्थना किया, പ്രാർത്ഥിച്ചു, सो गए. ഉറങ്ങി. सुबह मैं बेटे को छोड़ने गया स्कूल, ഞാൻ രാവിലെ മോനെ വിടാൻ പോയി. वापस आया. തിരിച്ചു വന്നു. मेरा पड़ोसी मेरा मैकेनिक है. എൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന അയൽക്കാരൻ എൻ്റെ മെക്കാനിക്കാണ്. वो पोलैंड बोल के एक जगह से कैथलिक है. ഒരു പോളണ്ടിൽ നിന്നുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു കാത്തലിക്കാണ്. जब मैं वापस आया हंस रहा था. ഞാൻ തിരിച്ചു വന്നപ്പോൾ ചിരിക്കുകയായിരുന്നു. मेरे को दिखाया, मेरे से बोला देख मेरा नया BMW. അദ്ദേഹം എന്നോട് പറഞ്ഞു, ദേ ഞാനൊരു പുതിയ BMW മേടിച്ചിട്ടുണ്ട്. I said nice. मैंने बोला अच्छी बात है. ഞാൻ കണ്ടിട്ട് പറഞ്ഞു, ഓ വെരി നൈസ്. उसने मेरे से बोला चाहिए.
അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്ക് വേണോ? मैंने बोला कितना? ഞാൻ ചോദിച്ചു, എത്ര ആകും? उसने मेरे से ये बोला, അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, तू बहुत अच्छा एक मनुष्य है, നിങ്ങൾ ഒരു നല്ല മനുഷ്യൻ, तू अच्छी चीजें करता है, നീ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നു, इसलिए तेरे लिए फ्री. അതുകൊണ്ട് ഇത് നിനക്ക് ഫ്രീ ആയിട്ട് ഇരിക്കട്ടെ. अगर आपको चिड़चिड़ हो रही है, ഇത് കേട്ടിട്ട് അത്ര സുഖം തോന്നുന്നില്ലെങ്കിൽ, കുശുംബന്റെ ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ, जलन जैसा अभिषेक महसूस हो रहा है, तो देखिए परमेश्वर चाहता है कि आप छुटकारा में जिए. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കകത്തു പോലും ഒരു സ്വാതന്ത്ര്യത്തിന്റെ മേഖലയിൽ നിങ്ങൾ ജീവിക്കണം. मैंने परमेश्वर से एक चीज बोला हुआ है 27 साल पहले. ഞാൻ 27 വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തോടൊരു കാര്യം പറഞ്ഞു. मैंने कहा परमेश्वर, ദൈവമേ, मैं सेवकाई करूंगा, ഞാൻ ശുശ്രൂഷ ചെയ്തോളാം, किसी के सामने हाथ नहीं ആരുടെ फैलाऊंगा, മുൻപിലും കൈനീട്ടാൻ എന്നെ ഇടവരുത്തല്ലേ, तू मेरा सारा खर्चा तू उठाएगा. എൻ്റെ എല്ലാ ആവശ്യങ്ങളും നീ നോക്കിക്കോളാം എന്നെനിക്കൊരു ഇത് തരണം. मेरे को जहां जाके जो प्रचार करना मैं कर पाऊं परमेश्वर. എവിടെ വിട്ടാലും എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്തോളാം. इसलिए परमेश्वर मुझे इस्तेमाल करने लगा. അപ്പം മുതലാണ് ഞാൻ ദൈവത്തിന്റെ അത്ഭുത കരം എൻ്റെ ജീവിതത്തിൽ मैं बिना കാണാൻ. डरे सफर करता हूं. ഞാൻ ഒരു പേടിയില്ലാതെ യാത്ര ചെയ്യും. एक साल में कम से कम 80 फ्लाइट लेता हूं मैं. ഒരു വർഷത്തിൽ ഏറ്റവും കുറഞ്ഞ 80 ഫ്ലൈറ്റ് യാത്രകൾ തന്നെ ചെയ്യേണ്ടി कम വന്നിട്ടുണ്ട്. से कम. ഏറ്റവും കുറഞ്ഞത്. पिछले साल मैं चेक कर रहा था, കഴിഞ്ഞ വർഷം ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുവായിരുന്നു. 130 फ्लाइट लिया मैंने 130 ഫ്ലൈറ്റ് യാത്രകളാണ് ഞാൻ ചെയ്യേണ്ടി വന്നത്. बिना कर्जा के. ഒരു കടവും അതിന്റെ പിന്നിലില്ല. ये नहीं कि मेरे को अमेरिका से पैसे आ गए. എനിക്ക് അമേരിക്കയിൽ നിന്ന് വല്ലവരും പൈസ അയച്ചു തന്നോണ്ടല്ല. मैं अफगानिस्तान जाता हूँ, അഫ്ഗാനിസ്ഥാനിൽ പോകുന്നു, मैं इंडिया आता हूँ, ഭാരതത്തിൽ വരുന്നു, मेरे को पैसे नहीं मिलते ആരും എനിക്ക് ഇങ്ങോട്ട് പൈസ തന്നിട്ടല്ല. और मैं खर्च करने के लिए तैयार हूँ, പക്ഷേ ഞാൻ ചെലവാക്കുവാൻ തയ്യാറാണ്. क्योंकि परमेश्वर मुझ पे विश्वास करता है, इसलिए वो मेरे हाथों में डालता है. ദൈവത്തിന് എന്നെ വിശ്വാസമുണ്ട്, അതുകൊണ്ട് ദൈവം എൻ്റെ കൈകളിൽ നിറച്ചു തരും. जमीन खरीदे. ഈ സ്ഥലങ്ങൾ, നിലങ്ങൾ വാങ്ങണം. कितने लोगों को अपना घर नहीं है? എത്ര പേർക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ല? परमेश्वर, मैं इनके लिए प्रार्थना करता हूँ जिन्होंने हाथ उठाया. കർത്താവേ, ഈ കരമുയർത്തിയ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. परमेश्वर, जिन्होंने पहले उठाया तो उनके लिए प्रार्थना करता हूँ. ഏറ്റവും ആദ്യമേ കരങ്ങൾ ഉയർത്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. परमेश्वर, उनकी जिंदगी में एक घर मिल जाए इन्हें. ദൈവമേ, അവരുടെ ഭവനത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരു ഭവനം കർത്താവ് അനുഗ്രഹിച്ചു കൊടുക്കണം. अपना घर परमेश्वर, സ്വന്തമായിട്ടൊരു വീട്. रेंट में ना जिए परमेश्वर. റെന്റിൽ ജീവിക്കാൻ അനുവദിക്കരുത്. दरवाजे खोल उनके लिए. അവർക്ക് വേണ്ടി വാതിലുകളെ തുറക്കണം കർത്താവേ. यीशु मसीह के नाम से യേശുവിന്റെ നാമത്തിൽ मैं आशीष देता हूँ. അനുഗ്രഹിക്കുകയാണ്. जिनके पास एक घर है परमेश्वर, ഒരു വീടുള്ളവർക്ക് उनको और दे, അവർക്ക് ഇനിയും കൊടുക്കണമേ. कि वो विश्वास योग्य बने रहे. അവർ വിശ്വസ്തരായി നിലകൊള്ളുവാൻ परमेश्वर, इनको कलीसिया के लिए स्थान दे. കർത്താവെ, അവർക്ക് സഭ ഉണ്ടാക്കുവാൻ സ്ഥലങ്ങൾ കൊടുക്കണം. परमेश्वर, जितने चर्चेस को अपना बिल्डिंग नहीं है, സ്വന്തമായിട്ട് ബിൽഡിംഗ് ഇല്ലാത്ത എല്ലാ സഭകളും, अच्छी बिल्डिंग नहीं है, നല്ല ബിൽഡിംഗ് ഇല്ലാത്തവർ, परमेश्वर एक अच्छी बिल्डिंग दे. കർത്താവെ, നല്ല ഒരു ബിൽഡിംഗ് आशीष दे. അനുഗ്രഹം जब കൊടുക്കണം. लोग देखे, അവരെ ആൾക്കാർ നോക്കുമ്പോൾ, कहे परमेश्वर आशीष देने वाला परमेश्वर है. അവരെ കാണുമ്പോൾ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് അവരെ നോക്കി പറയുവാൻ ഇടയാകട്ടെ. तेरा धन्यवाद हो നിനക്ക് നന്ദി പറയുന്നു यीशु मसीह के नाम से. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ. विश्वास करें, നമുക്ക് വിശ്വസിക്കാം. रोज बोले എന്നും അത് പറയാം. मेरा घर आ रहा है. എൻ്റെ വീട് വരികയാണ്. आप लोग कितने लोग ट्रेन में आए थे? നിങ്ങൾ എത്ര പേരാണ് ട്രെയിനിൽ യാത്ര ചെയ്ത് വന്നത്? मैं भी आज सुबह ट्रेन में आया. ഞാനും ഇന്ന് ട്രെയിനിലാ വന്നത്, ട്രിവാൻഡ്രത്തുനിന്ന്. जब मैं ट्रेन में आया, ഞാൻ ട്രെയിനിൽ വന്നപ്പോൾ मेरा दोस्त मेरे पीछे था. नहीं नहीं, मैं छोड़ के आऊंगा. എൻ്റെ കൂട്ടുകാരൻ എൻ്റെ പുറകെ പിടിച്ചു. വേണ്ട വേണ്ട വേണ്ട, ഞാൻ നിന്നെ കൊണ്ടുവിടാന്ന് പറഞ്ഞു. मैंने कहा नहीं, मेरे को सोना है. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കൊന്ന് നിവർന്ന് കിടന്ന് ഉറങ്ങണം. सोने के लिए नहीं था, मेरे को बाइबल पढ़ने के लिए था. എനിക്ക് ബൈബിൾ ഒന്ന് സ്വസ്ഥമായിട്ട് വായിക്കാമല്ലോ എന്ന് വിചാരിച്ചും കൂടെയാ. क्योंकि किसी के साथ सफर करे तो पढ़ नहीं पाते. ആരുടെയും കൂടെ യാത്ര ചെയ്യുമ്പം സംസാരിച്ചുകൊണ്ടിരിക്കും, ബൈബിൾ വായിക്കാൻ പറ്റത്തില്ല. ये मेरा बहुत करीबी दोस्त है ट्रिवांड्रम में. ട്രിവാൻഡ്രത്തെ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്. मेरे को एयरपोर्ट से पिक किया, उसके घर पे रखा. എയർപോർട്ടിൽ നിന്ന് എന്നെ പിക്ക് ചെയ്തു, അവൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു. मैंने बोला, ഞാൻ ഇങ്ങനെ പറഞ്ഞു, क्योंकि मेरा पहले प्लान था उसके साथ आने का. അദ്ദേഹത്തിന്റെ കൂടെ വരാനായിരുന്നു എൻ്റെ പ്ലാൻ. कल रात को जब मैं इतना थका हुआ था, ഇന്നലെ രാത്രിയിൽ ഒരുപാട് तो ക്ഷീണിതനായിരുന്നു. मैंने कहा परमेश्वर नहीं, मैं
ट्रेन में जाऊंगा। ഞാൻ പറഞ്ഞു ഇല്ല കർത്താവേ ഞാൻ ഇങ്ങനെ പോകാം, എനിക്കൊന്ന് കിടക്കാം, ബൈബിൾ വായിക്കാം. पर मैं एयरपोर्ट मैं जब ट्रेन स्टेशन आया, എന്നാൽ ട്രെയിൻ സ്റ്റേഷൻ വന്നപ്പോൾ अनाउंस हुआ ट्रेन आ रही है। അനൗൺസ്മെന്റ് വന്നു, ട്രെയിൻ വരുന്നുണ്ട്. ट्रेन देखने को नहीं है, കാണാനില്ല, पर ट्रेन आ रही है। ട്രെയിൻ വരുന്നു. अंदर एक विश्वास आया, എൻ്റെ ഉള്ളിലൊരു यार വിശ്വാസം, ट्रेन आएगा यार, उसने अनाउंस किया। അനൗൺസ്മെന്റ് ചെയ്തല്ലോ ട്രെയിൻ വരും. मेरी रिश्तेदार नहीं है जो अंदर बैठी हुई, എൻ്റെ ബന്ധു ഒന്നുമല്ല അവിടെ ഇരുന്ന് അനൗൺസ് ചെയ്യുന്നത്. पर उसने अनाउंस किया, मैंने विश्वास किया। അവരവിടെ ഇരുന്ന് അനൗൺസ് ചെയ്യുന്നു, ട്രെയിൻ എങ്ങും കാണാനില്ല, പക്ഷെ ഞാൻ വിശ്വസിച്ചു. ട്രെയിൻ परमेश्वर ने बोला तो हम क्यों नहीं विश्वास करते? ദൈവം വാഗ്ദത്തം തന്നു എങ്കിൽ നമ്മൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? अरे वो तो रिश्तेदार भी नहीं है, एटलीस्ट परमेश्वर हमारा परमेश्वर है, हमें विश्वास तो करना चाहिए। അവിടെ ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ പറയുമ്പോൾ നമ്മൾ അതിനെ വിശ്വസിക്കുന്നു. ദൈവം നമ്മുടെ ദൈവമല്ലേ? ദൈവം തന്ന വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? मैं आपको चुनौती देना चाहता हूं आज। ഞാൻ നിങ്ങൾക്കൊരു വെല്ലുവിളി നൽകുകയാണ്. अगर आप एक कलीसिया चला रहे हो, നിങ്ങൾ ഒരു സഭയാണ് നടത്തുന്നതെങ്കിൽ मेरी प्रार्थना ये है कि ये साल खत्म होने से पहले आप दूसरा कलीसिया भी शुरू कर दे। ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപേ മറ്റൊരു സ്ഥലത്തും കൂടി ഒരു ആരാധന തുടങ്ങുവാൻ ദൈവമേ आपकी ഇടയാക്കണം. सेवकाई में बढ़ोतरी आए, നിങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത് ഒരു വളർച്ച ഉണ്ടാകട്ടെ. ये साल खत्म होने से पहले ഈ വർഷം തീരും മുൻപ് विश्वास करें, നിങ്ങൾ വിശ്വസിക്കുക. आप ज्यादा करोगे, നിങ്ങൾ കൂടുതൽ ചെയ്യും, ज्यादा करोगे, കൂടുതൽ ചെയ്യും. कम नहीं, കുറവല്ല, ज्यादा। കൂടുതൽ. विश्वास करें, आपको जमीन जायदाद लोग देंगे। നിനക്ക് ആൾക്കാര് നിലങ്ങൾ എഴുതി ദൈവവേലയോടുള്ള ബന്ധത്തിൽ നിനക്ക് തരും. पर जब मिलने लगेगा, പക്ഷെ കിട്ടാൻ തുടങ്ങുമ്പോൾ भूल नहीं जाना जिसने आपको दिया। മറക്കരുത് ആര് എപ്പോൾ എന്തിനു വേണ്ടി തന്നു എന്നൊന്നും മറക്കരുത്. अपनी आंखें उस पर से ना उठाएं जब ये सामान आपके पास आएंगे। ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് അധികമായി വരുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ദൈവത്തിൽ നിന്നും മാറരുത്. परमेश्वर आशीष देने वाला परमेश्वर है। ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. Proverbs chapter 10 verse 22. Proverbs 10:22 സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 10:22. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. धन यहोवा की आशीष ही से मिलता है। धन कहां से मिलता है? यहोवा की आशीष से मिलता है. यहोवा का आशीष जब आपके पास आता है, क्या आता है? धन आता है। धन आता है और वह उसके साथ दुख नहीं मिलाता. अरे दुख नहीं देता। लोगों को जब थोड़ा बहुत पैसा आने लगता है, नींद उड़ जाती है। ഈ കുറച്ച് കാശൊക്കെ വന്നു തുടങ്ങുമ്പം ആൾക്കാർക്ക് പിന്നെ ഉറക്കമില്ല. जब आपको समझ आए ये आपका नहीं है, ഇതെന്റെ അല്ല എന്ന് മനസ്സിലാകുമ്പോൾ ये परमेश्वर का है, ദൈവത്തിന്റെയാണ്. आप चैन से सोएंगे, നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാം. नहीं तो रात भर बैठे रहेंगे, कब चोर आएगा। ഇനിയിപ്പോ അല്ലെങ്കിൽ രാത്രി മുഴുവൻ ഇത് വല്ലവരും തട്ടിക്കൊണ്ടു പോകുമോ എന്നുള്ള പേടിയില് പിന്നെ അതിനുറക്കമില്ല. जब परमेश्वर देता है, ദൈവമല്ലേ തരുന്നത്, उसके साथ दुख नहीं देता। അതിന്റെ കൂട്ടത്തിൽ ഒരു ദുഃഖവും കൂട്ടിച്ചേർക്കത്തില്ല. मेरे पैसे कोई चुरा नहीं सकता, എന്റെ കാശും സമ്പത്തും ആരും കൊണ്ടുപോകത്തില്ല. चुराएगा तो भी അതിനിപ്പോ അവൻ കട്ടോണ്ട് പോയാൽ मेरी प्रार्थना ये है എന്റെ പ്രാർത്ഥന ഇതാണ്, कि वो परमेश्वर को जान पाए। അവൻ യേശുവിനെ അറിയണം. यही प्रार्थना मेरी। അതാണ് എന്റെ പ്രാർത്ഥന. पास्टर पर आपके इतने पैसे चले गए, യോ എത്ര പൈസ പോയി, मेरे तो है नहीं। എന്റെ അല്ലായിരുന്നല്ലോ. बहुत सारों का परेशानी यही है, इसको हमने अपना बना के रखा हुआ है। നമ്മുടെ ഒത്തിരി പേരുടെ പ്രശ്നം ഇതാണ്, ഈ പൈസ നമ്മുടെ കയ്യിൽ വന്നു കഴിയുമ്പോൾ ഇതെന്റേതെന്നൊരു തോന്നൽ വന്ന് പിന്നെ നമ്മൾ ആ രീതിയിൽ അങ്ങോട്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങും. ये परमेश्वर के हैं। ഇത് ദൈവത്തിൻ്റെതാണ്. Deuteronomy 8 verse 18. ആവർത്തന പുസ്തകം 8 അതിൻ്റെ 18. സമ്പത്തുണ്ടാക്കുക. इसके ऊपर मैंने 150 संदेश प्रचार किया हुआ है। 150 പ്രസംഗങ്ങൾ ഞാൻ ഇതിൻ്റെ പുറത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്ന് ഉള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്.
परंतु अपने परमेश्वर यहोवा को स्मरण रखना, क्योंकि वही है जो तुझे संपत्ति प्राप्त करने का सामर्थ्य इसलिए देता है कि जो वाचा उसने तेरे पूर्वजों के शपथ खाकर बांधी थी उसको पूरा करे और आज प्रकट है। ये एक वाचा जैसा है, आज प्रकट है। ये एक वाचा है आपके साथ ഇത് ദൈവം നമ്മോട് ചെയ്തിരിക്കുന്ന ഒരു कि ഉടമ്പടിയാണ്. परमेश्वर आशीष देगा। ദൈവം നമ്മെ അനുഗ്രഹിക്കും. मैं अपने घर में ഞങ്ങളുടെ വീട്ടില് नाचता हूँ। ഞാനിങ്ങനെ ഡാൻസ് ചെയ്യും. आप में से कितने लोगों ने गाना सुना, नाचूंगा गाऊंगा पगलों के समान है? नाचना सीखो। നമ്മൾ നൃത്തം ചെയ്യാൻ പഠിക്കണം. बहुत लोग ഒത്തിരി പേര് जब यीशु मसीह को जान लेते हैं അവർ യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ वो चोजन फ्रोजन क्रिश्चियन बन जाते हैं। ചോസൻ ഫ്രോസൺ എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുത്ത മരവിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികളായി മാറുകയാണ്. हिलते नहीं है, അവർ അനങ്ങത്തില്ല. वो जब ताली भी बजाते हैं उससे अच्छी तरह तो वो जब मच्छर मारते हैं वो ताली बजा लेते हैं। കൊതുകിനെ കൊല്ലുമ്പോൾ അതിനേക്കാൾ എത്രയോ മനോഹരമായ രീതിയിൽ നമ്മൾ കൈകളെ കൂട്ടിച്ചലിപ്പിക്കും. देखिए परमेश्वर आपको बल देगा, ദൈവം നിങ്ങൾക്ക് ബലം നൽകും. मतलब ये हमारे नहीं है उसके है, वो हमें बल दे रहा है। ദൈവത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് സമ്പത്തുണ്ടാക്കുവാൻ അവൻ ബലം തരും. पर शैतान हमें सिखाता है कि, और हम अभी तक सीखते रहते, अरे गरीब होके जियोगे तो यीशु मसीह के लिए जियोगे। പക്ഷേ എങ്ങനെയോ എവിടോ നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു ചിന്തയാണ്, ഒരു ദാരിദ്ര്യത്തിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അത് ഭക്തിയുടെ ഒരു ഭാവമാണെന്നും യേശുവിന് അത് ഇഷ്ടമാണെന്നും ഒക്കെ ഒരു हम ചിന്ത. तो बहुत पवित्र, अगर हमारे जूतों में छेद है, हमारे पैंट एयर कंडीशनड है, हैं? वो हम सोचते अरे क्योंकि पैंट में भी सुराख है ഇനി तो एयर कंडीशन हो गया। फिर നമ്മൾക്ക് എവിടെയെല്ലാം കിഴുത്തേ ഉള്ള വസ്ത്രമോ ഷൂവോ ഒക്കെ ഉള്ളപ്പോൾ അത് നമുക്കൊരു ഒരു തരത്തിലുള്ള ഒരു സന്തോഷമാണ്. मैं जब प्रधानमंत्री और प्रेसिडेंट्स को मिलने जाता हूँ, പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും ഒക്കെ കാണാൻ ഞാൻ പോകുമ്പോൾ मैं फटे कपड़े पहन के नहीं जाता, ഞാൻ അവിടെ കീറിയ തുണി ഇട്ടുകൊണ്ട് मैं പോകത്തില്ല. अच्छे कपड़े पहन के जाता हूँ। എന്നെ ഏറ്റവും നല്ല വസ്ത്രം ഇട്ടുകൊണ്ടാ പോന്നേ. अगर मैं राजाओं का राजा, प्रभुओं का प्रभु का बेटा हूं तो ഞാൻ രാജാക്കന്മാരുടെ രാജാവ്, പ്രഭുക്കന്മാരുടെ പ്രഭുവായിരിക്കുന്ന ദൈവത്തിന്റെ മകനാണെങ്കിൽ, यहां हमने एक शब्द देखा किंगडम, ഇവിടെ നമ്മൾ കണ്ടു രാജ്യം. इसको तोड़ो, ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് മുറിക്കാം. किंगडम, ഒരു രാജാവ് ഭരിക്കുന്ന മേഖല. किंग विद डोमिनियन, രാജാവ് എന്ന് പറയുമ്പോൾ അധികാരം ചെലുത്തുന്നവൻ. हमारा परमेश्वर लल्लू पंजू नहीं है, सूखा हुआ नहीं है। നമ്മുടെ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഒന്നുമില്ലാതെ ഉള്ള ഒരു വ്യക്തിത്വമായിട്ട് നമ്മുടെ ദൈവത്തെ കാണരുത്. शक्तिशाली परमेश्वर है, നമ്മുടെ ദൈവം ശക്തിശാലിയായ ദൈവമാണ്. राजाओं का राजा है, രാജാക്കന്മാരുടെ രാജാവാണ്. एक राजा का बेटा कैसे चलता है? ഒരു രാജാവിന്റെ മകൻ എങ്ങനെയാണ് मैं നടക്കുന്നത്? जब सबसे पहली बार बाहर के देश में गया, ഞാൻ ആദ്യമായിട്ട് പുറം രാജ്യങ്ങളിൽ പോയപ്പോൾ वहां के पास्टर को मैंने बोला, അവിടുത്തെ പാസ്റ്ററിനോട് ഞാൻ यहाँ പറഞ്ഞു, का जो सबसे महंगा दुकान है वहां लेके जाओ। ഇവിടുള്ള ഏറ്റവും ഹൈ പ്രൈസിന് സാധനം കിട്ടുന്ന കടയിൽ എന്നെ കൊണ്ടുപോകും. मेरे को ध्यान से देखा അദ്ദേഹം എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കി और बोला आप तो इंडिया से हो। എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്നതല്ലേ? मैंने कहा आप क्यों चिंता कर रहे हो? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നേ? मेरे को दुकान में लेके जाओ। എന്നെ കടയിൽ കൊണ്ടുപോകും. मैं दुकान में गया, ഞാൻ കടയിൽ പോയി 2 घंटे घूमा, 2 മണിക്കൂർ നടന്നു. घूमने के बाद बाहर आया तो खाली हाथ आया। കറങ്ങിയടിച്ച് ഒന്നും മേടിക്കാതെ പുറത്തു വന്നു. मेरे पास वो पास्टर ने मेरे से बोला, പാസ്റ്റർ എന്നോട് പറഞ്ഞു, देखा मेरे को पता है तू इंडियन है, तू कुछ नहीं खरीदेगा। ഞാൻ പറഞ്ഞു, പാസ്റ്റർ എന്നോട് പറഞ്ഞു, എനിക്കറിയാം നീ ഇന്ത്യയിൽ നിന്ന് വന്നതില്ലേ, ഇത്രയും വിലയുള്ള സാധനം ഒന്നും നീ മേടിക്കാൻ പോകുന്നില്ല. मैंने कहा आप गलत हो। ഞാൻ പറഞ്ഞു, നിങ്ങൾ തെറ്റാണ്. मैंने कहा मैं आपको ये बताना चाहता हूँ, ഞാൻ ഇതാണ് പറയാൻ मैं ആഗ്രഹിക്കുന്നത്. इस दुकान में इसलिए जाना चाहता था, ഈ കടയിൽ എന്തിനാ ഞാൻ പോയെന്നറിയാമോ? ये अमीर लोग कैसे चलते हैं। ഇവിടെ ഈ സമ്പത്തുള്ളവരുടെ നടപ്പിന്റെ ശൈലി ഒന്ന് കാണാൻ വന്നതാ. ये अमीर लोग कैसे बात करते हैं, ഈ കാശുള്ളവരുടെ ഒരു വർത്തമാനം എങ്ങനെയാണ്? क्योंकि जब परमेश्वर मुझे आशीष देगा, കാരണം ദൈവം എന്നെ അനുഗ്രഹിക്കുമ്പോൾ मुझे चलना आना चाहिए।
ആ രീതിയിലൊന്ന് നടക്കാൻ ഞാനൊന്ന് मेरे को പഠിക്കണ്ടേ? बोलना आना चाहिए। ആ രീതിയിൽ സംസാരിക്കാൻ എനിക്കൊന്ന് അറിയണ്ടേ? उन्होंने तो मुझे देखा एक इंडियन जैसे, അദ്ദേഹം എന്നെ നോക്കിയപ്പോ ഓ ഒരു ഇന്ത്യക്കാരൻ. पर मैं इंडियन नहीं हूँ। പക്ഷെ ഞാനൊരു ഇന്ത്യക്കാരനല്ല. मैं परमेश्वर राजाओं का राजा का बेटा ഞാൻ हूँ। രാജാധിരാജാവായിരിക്കുന്ന ദൈവത്തിന്റെ മകനാണ്. मैं स्वर्ग का मैं वहाँ का सिटीजन हूँ। ഞാൻ സ്വർഗരാജ്യത്തിലെ പൗരനാണ്. मेरी सोच अलग है। എന്റെ ചിന്ത വേറെയാണ്. मैं कमी घटी में नहीं विश्वास करता। ഞാൻ ഒരിക്കലും ഇല്ലായ്മയിലും കുറവിലും വിശ്വസിക്കുന്ന വ്യക്തിയല്ല. मैं ये नहीं कह रहा ये नहीं आएंगे आपकी जिंदगी में। ഞാൻ പറയുന്നില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല എന്നുള്ളതല്ല. वो आएंगे, അങ്ങനത്തെ സമയങ്ങൾ വരും. पर उसके बीच में എന്നാലും അതിന്റെ നടുവിൽ खड़े होके बोल पाए, അതിന്റെ നടുവിൽ നിന്ന് നമ്മൾക്ക് പറയുവാൻ मैं കഴിയണം, आशीषित हूँ, ഞാൻ मेरे ऊपर അനുഗ്രഹിക്കപ്പെട്ടവനാണ്, अभिषेक है, എന്റെ മേൽ അഭിഷേകമുണ്ട്, कमी घटी को मेरे घर में एक जगह नहीं है। കുറവും ഇല്ലായ്മയും എന്റെ ഭവനത്തിൽ സ്ഥാനമില്ല. मैं विश्वास करता हूँ ഞാൻ വിശ്വസിക്കുന്നു मेरी जिंदगी आशीषित जिंदगी होगी। എന്റെ ജീവിതം ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാകും. मैं जहाँ भी जाऊँ ഞാൻ എവിടെ പോയാലും मेरा आना जाना आशीषित होगा। ഞാൻ എന്റെ പോക്കും വരവും मैं അനുഗ്രഹിക്കപ്പെടും. जहाँ हाथ रखूंगा ഞാൻ आशीषित होगा। എവിടെ കൈവച്ചാലും. आपके बाइबल में लिखा हुआ है वो आयत? നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? लिखा है तो എഴുതിയിട്ടുണ്ടെങ്കിൽ बटुआ निकाल के പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സ് എടുത്ത് हाथ रख के അതിന്റെ പുറത്ത് കൈവച്ച് आशीषित होना चाहिए। ഇത് അനുഗ്രഹിക്കപ്പെടണമല്ലോ. आपके बैंक अकाउंट के ऊपर നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പുറത്ത് हाथ रख के കൈവച്ച് आशीष कर दो। അതിനെ അനുഗ്രഹിക്കും. अरे आशीष तो जरूर पाओगे। നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. ഹല്ലേലൂയ. क्यों दूसरे लोग लेके जाएं? എന്തുകൊണ്ട് മറ്റുള്ളവർ മാത്രം ഈ സമ്പത്ത് അനുഭവിക്കണം? मेरी आशीष मेरे उप्पापन या मेरे चाचा या मामा या ताऊ नहीं लेके जाएंगे। എന്റെ അനുഗ്രഹം എന്റെ ബന്ധുക്കളായിട്ടുള്ള മറ്റുള്ളവർ കവർന്നെടുത്തോണ്ട് പോകുവാനുള്ളതല്ല. मेरे आशीष के ऊपर मेरा नाम लिखा हुआ है। എന്റെ അനുഗ്രഹത്തിന്റെ മുകളിൽ എന്റെ പേരെഴുതിയാണ് ദൈവം അയക്കുന്നത്. जब तक मैं उसे नहीं बुलाऊंगा എപ്പോൾ വരെ ഞാൻ അതിനെ വിളിച്ചു वो വരുത്തത്തില്ല, मेरे घर पे मेरे नाम पे नहीं आएगा। എന്റെ വീട്ടിൽ എന്റെ പേര് വെച്ച് അത് കടന്നു വരത്തില്ല. मेरे घर पे जब चिट्ठी आती है എന്റെ വീട്ടിലൊരു ലെറ്റർ വരുമ്പം मेरे नाम पे है तो मैं അതിന്റെ മുകളിൽ എന്റെ പേര് എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് എന്റെ വീട്ടിൽ അത് ഡെലിവറി ചെയ്യുന്നത്. आपके आशीष आपके नाम पे है। നിങ്ങളുടെ അനുഗ്രഹങ്ങളുടെ മേൽ നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. आप विश्वास करें, എന്നാൽ നിങ്ങൾ വിശ്വസിക്കണം. विश्वास करें। നിങ്ങൾ വിശ്വസിക്കണം. मैं दिल्ली में उतरा, ഞാൻ ഡൽഹിയിൽ ഇറങ്ങി. मेरा दोस्त आया, എന്റെ കൂട്ടുകാരൻ വന്നു. उनके बारे में ज्यादा नहीं बोलना चाहता। അദ്ദേഹത്തെ കുറിച്ച് അധികം പറയുന്നില്ല. बस 15 साल जेल में था। ഒരു 15 വർഷം ജയിലിലുണ്ടായിരുന്നു. അത്രയൊക്കെ വിശേഷമേ ഉള്ളൂ. वो मिलने आया, എന്നെ കാണാൻ വന്നു. मेरे से बोला എന്നോട് പറഞ്ഞു, तू मेरा पास्टर है, നീ എന്റെ പാസ്റ്ററാണ്, तू मेरे से बहुत प्रेम करता है, നീ എനിക്ക് എന്നോട് ഭയങ്കര मैं സ്നേഹമാണ്, तेरे लिए एक शर्ट लेके आया हूँ। ഞാൻ നിനക്കൊരു ഷർട്ട് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. मैंने कहा थैंक यू, दे दे। ഞാൻ പറഞ്ഞു നന്ദി, തന്നാട്ടെ. उसने दिया, എനിക്ക് തന്നു. मैंने शर्ट देखा, ഷർട്ട് കണ്ടു. कल रात को देखा, ഇന്നലെ രാത്രി കണ്ടു. मैं रोने लगा। ഞാൻ കരയാൻ തുടങ്ങി. उसने स्पेशल शर्ट बनाया मेरे लिए, സ്പെഷ്യൽ ഷർട്ട് ഉണ്ടാക്കി എനിക്ക് വേണ്ടി. मेरा नाम लिखा हुआ यहाँ। അതിന്റെ പുറത്ത് ഇവിടെ എന്റെ പേര് എഴുതിയിട്ടുണ്ട്. मेरे से बोला, എന്നോട് പറഞ്ഞു, मैंने पैसा बहुत खर्च किया ഞാൻ ഒത്തിരി പൈസ ഒക്കെ ചെലവാക്കിയ ഇത് റെഡിയാക്കിയത്. क्योंकि मेरे को पता है കാരണം എനിക്കറിയാം तू एक सच्चा मनुष्य है। നീ ഒരു സത്യസന്ധമായി നിൽക്കുന്ന മനുഷ്യനാ. मेरे को बहुत लोग, എന്നെ ഒത്തിരി പേര്, एक पास्टर है, नाम नहीं बोल सकता मैं, ഒരു പാസ്റ്റർ ഉണ്ട്, പേര് പറയുന്നില്ല, हर साल എല്ലാ വർഷവും वो एक सूट देते मेरे को। എനിക്കൊരു സൂട്ട് അദ്ദേഹം തരും. मेरे को दुनिया पसंद है। എനിക്ക് ഈ ലോകം ഇഷ്ടമാണ്. मेरे पिताजी से किसी ने पूछा, എൻ്റെ പിതാവിനോട് ഒരാൾ ഇങ്ങനെ ചോദിച്ചു, मेरे पिताजी से बोला आपका बेटा बाहर ऐसे घूमता रहता है। എൻ്റെ പിതാവിനോട് എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ മോൻ ഇങ്ങനെ അങ്ങ് ചുറ്റി സഞ്ചരിക്കുവാണല്ലോ. वो मेरे पिताजी ने बोला, എൻ്റെ പിതാവ് പറഞ്ഞു, उसका दर्शन वो है। അവൻ്റെ ദർശനം അതാണ്. तो मेरे सूट के अंदर हर साल എല്ലാ വർഷവും ആ സൂട്ട് കിട്ടുമ്പോൾ अंदर वर्ल्ड मैप है, അതിൻ്റെ അകം ഭാഗത്ത് വേൾഡ് മാപ്പാണ്. अंदर मेरा नाम लिखा हुआ है। അതിൻ്റെ അകത്ത് എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. आपको जलन हो रही है तो परमेश्वर आपको आशीष। നിങ്ങൾക്ക് അസൂയ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. मैंने कभी ये नहीं मांगा, ഞാൻ ഇതൊന്നും मैं ചോദിച്ചിട്ടൊന്നും, कभी ये ढूंढता भी नहीं हूँ। ഞാൻ ഇനി ഇതൊക്കെ തപ്പി നടന്നിട്ടുമില്ല.
कल रात को थक के आने के बाद ഇന്നലെ രാത്രി ക്ഷീണിച്ച് വന്നതിന് ശേഷം मैं पता क्या ढूंढ रहा था, ഞാൻ എന്താ തപ്പിയെന്നറിയാമോ? लूलू मार्केट गया था मैं रात को, ഞാൻ ലുലു മാളിൽ പോയി രാത്രിയിൽ. काली मिर्च खरीदने, ഞാൻ അവിടെ കുറച്ച് കുരുമുളക് മേടിക്കാൻ പോയി, सौंफ खरीदने, കുറച്ച് സോംഫ് പെരിഞ്ജീരകം മേടിക്കാൻ इलायची പോയി, खरीदने। ഇലായിച്ചി മേടിക്കാൻ പോയി. मेरा बक्सा खोलोगे तो वही मिलेगा आपको उसमें, ഇനിയിപ്പോ എന്റെ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ സാധനമായിരിക്കും നിങ്ങൾക്ക് क्योंकि കിട്ടുന്നത്. मेरी बीवी ने बोला था लेके आने के लिए। കാരണം എന്റെ ഭാര്യ ആവശ്യപ്പെട്ടായിരുന്നു വരുമ്പോ ഇതൊക്കെ മേടിച്ചോണ്ട് വരണമെന്ന്. शादीशुदा है ना, सुनना ही पड़ता है। വിവാഹിതനല്ലേ, ഇത്രയൊക്കെ പറയുമ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. पर शैतान चाहता है कि हम गरीबी में रहें। പക്ഷെ പിശാച് ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? നമ്മൾ എപ്പോഴും ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിലും ये ജീവിക്കണം. कहां से आया? എവിടുന്നാണ് ഈ ചിന്ത? Ecclesiastes chapter 9। സഭാപ്രസംഗി 9-ാം അധ്യായം. विश्वास करता हूं आपके लिए आशीषित है ये संदेश। യെസ്, നിങ്ങളെ ഈ ഒരു വചനം നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. सोच में बदलावट लेके आए। Ecclesiastes 9 verse 13, 9-ാം വാക്യം, from 13 onwards. 13 മുതൽ താഴോട്ട്. ഞാൻ സൂര്യന് കീഴെ ഇങ്ങനെയും ജ്ഞാനം കണ്ടു, അത് എനിക്ക് വലുതായി തോന്നി. എന്തോ എക്ലേഷ്യാസ്റ്റിസ് കറക്റ്റ് അല്ലേ? हाँ, ഞാൻ വേണേ ഹിന്ദി അങ്ങ് വായിക്കട്ടെ. मैंने सूर्य മാറ്റി മാറ്റി തരണേ. मैंने सूर्य के नीचे इस प्रकार की बुद्धि की बात भी देखी है जो मुझे बड़ी जान पड़ी. അടുത്തത് മാറ്റിയിട്ട്. एक छोटा सा नगर था जिसमें थोड़े ही लोग थे और किसी बड़े राजा ने उस पर चढ़ाई करके उसे घेर लिया और उसके विरुद्ध बड़े बड़े घुस बनवाए, परंतु उसमें एक दरिद्र बुद्धिमान पुरुष पाया गया और उसने उस नगर को अपनी बुद्धि के द्वारा बचाया, तो भी किसी ने उस दरिद्र का स्मरण ना रखा. तब मैंने कहा, यद्यपि दरिद्र की बुद्धि तुच्छ समझी जाती है और उसका वचन कोई नहीं सुनता, तो भी पराक्रम से बुद्धि उत्तम है. Okay, that's enough. Thank you. हम वहां ध्यान से देखें, നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ एक गरीब, एक दरिद्र व्यक्ति, അവിടെ ദരിദ്രനായ ഒരു മനുഷ്യൻ, उसको दिमाग है, അവന് നല്ല ബുദ്ധിയുണ്ട്. उसने ज्ञान दिया, അവൻ അവന്റെ ബുദ്ധി കൊടുത്ത് ആ वो പട്ടണത്തെ രക്ഷിച്ചു. युद्ध जीत गए, അവര് യുദ്ധം ജയിച്ചു. पर किसी ने उसे याद नहीं रखा। എന്നാലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. शैतान वचन जानता है। പിശാചിന് ഈ വചനം നല്ലതുപോലെ അറിയാം. उसने कहा, അവൻ പറഞ്ഞു, हम कलीसिया को और विश्वासियों को ये दे देते हैं। ഈ ഒരു കാര്യം സഭയിലേക്കും വിശ്വാസികളിലേക്കും ഈ അറിവ് അങ്ങ് വിതരണം ചെയ്യാം. आप गरीब हो तो आप पवित्र हो। നിങ്ങള് വിശുദ്ധന്മാരാണ്, ദരിദ്രന്മാരാണ്. ओ, पर ये सोच लेना, आप गरीब है तो कोई आपको सुनने के लिए तैयार नहीं है। ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നിങ്ങൾ ഒരു ദരിദ്രനാണ് എങ്കിൽ നിങ്ങളുടെ വാക്കുകളേക്ക് വിലയില്ല, അത് കേൾക്കുവാൻ ആരും ചെവി ചായ്ക്കില്ല. वही शैतान करने की कोशिश कर रहा था। അത് തന്നെയാണ് പിശാച് ചെയ്യുവാൻ നോക്കുന്നത്. इसलिए हमने वो सीखा है, लोगों ने पहले सिखाया, अरे गरीब है तो आप सच्ची मसीह के पीछे चल रहे हो। നമ്മളെ പണ്ട് മുതൽ പഠിപ്പിച്ച ഒരു കാര്യമാണ്, നമ്മൾ ശരിക്കും യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസിയാണ് എങ്കിൽ നമ്മൾ നല്ല ഒരു നമ്മൾ ദൈവത്തെ അനുഗമിക്കുന്നവരാണ്. मेरे से किसी ने बोला सोना गलत है पास्टर जी, सोना बिल्कुल गलत है। എന്നോട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, സ്വർണം എന്ന് പറയുന്നത് തികച്ചും തെറ്റായ കാര്യമാണ്. इकोनॉमिक्स में कहते हैं, എക്കണോമിക്സിൽ എന്താ പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? जितना सोना बैंक में है ഈ ബാങ്കിൽ എത്ര സ്വർണമുണ്ടോ उतने पैसे प्रिंट कर सकते हैं। അത്രയും കാശ് നോട്ട് നമുക്ക് പ്രിന്റ് അടിക്കാം. तो जब आप चंदा लेते हो, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഈ ഓഫറിംഗ് എടുക്കുമ്പം सोना हो गया ना। आप नौकरी करते हो, നിങ്ങൾ അപ്പം ഇതിനകത്ത് വരുന്നത് ഒരർത്ഥത്തിൽ സ്വർണമാണ്. ജോലി ചെയ്ത് ശമ്പളം കിട്ടുമ്പോൾ അത് ഈ സ്വർണം നോട്ടായി അടിച്ചു വരുന്നതാണ്. अगर आप सोचते हो कि सोना गलत है, അഥവാ സ്വർണം തെറ്റാണെന്നൊരു ചിന്തയാണ് നിങ്ങൾക്കെങ്കിൽ, यहाँ इन्होंने इसलिए बड़ी टोकरी भी साथ में रखी हुई है। ഇവിടെ വലിയൊരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. सिर्फ ये नहीं लेके आए, वो बड़ी वाली भी लेके आए हैं। ഇത് മാത്രമല്ല ഒരു വലിയ സാധനവും वो കൊണ്ടുവന്നിട്ടുണ്ട്. काला रंग का आगे देख सकते हैं, उसमें थोड़े झंडे भी रखे हुए हैं। അതിനെ ഒരു ഓഫറിംഗ് ബോക്സ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. आपको लगता है ये गलत है तो നിങ്ങൾക്കത് തെറ്റാണെന്ന് आपके തോന്നുവാണെങ്കിൽ बैंक अकाउंट में जितना है
നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ളതെല്ലാം, आपके बटुए में जितना है നിങ്ങളുടെ പേഴ്സിലുള്ളതെല്ലാം सारा उसमें डाल दीजिए आज, എല്ലാം ഈ സ്വർണം തെറ്റാണെന്ന് വിചാരിക്കുന്നവരെ പണം എല്ലാം അതിനകത്ത് കൊണ്ടിടണം. क्योंकि हम चाहते हैं कि आप गलत जीवन ना जिए. കാരണം സ്വർണം തെറ്റാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ കാണരുത്. उत्पत्ति 2 का 11 और 12. ഉൽപ്പത്തി പുസ്തകം 2 അതിന്റെ 11ഉം 12ഉം. पहली धारा का नाम पीशोन है. यह वही है जो हवीला नाम के सारे देश को जहां सोना मिलता है घेरे हुए है. അടുത്തത്, उस देश का सोना चोखा होता है, वहां मोती और सुलेमानी पत्थर भी मिलते हैं. अरे ध्यान से देखना, वहां का सोना, वो सोना कौन लेके आया वहां? ആരാണ് ആ സ്വർണം അവിടെ കൊണ്ട് വെച്ചത്? परमेश्वर. ദൈവമാണ്. क्योंकि अगर आप वचन पढ़ोगे ध्यान से, നിങ്ങൾ ശ്രദ്ധിച്ച് വചനം പഠിച്ചു കഴിഞ്ഞാൽ हगाई 2 में लिखा हुआ है सोना उसका, चांदी उसका है. ഹഗായി 2 എഴുതിയിരിക്കുന്നത് സ്വർണം ദൈവത്തിൻ്റെതാണ്, വെള്ളി ദൈവത്തിൻ്റെതാണ്. वहां का सोना कैसा सोना था? അവിടുത്തെ സ്വർണം ഏത് വിധത്തിലുള്ള സ്വർണമായിരുന്നു? टॉप क्वालिटी सोना. അത് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി अरे സ്വർണമായിരുന്നു. पास्टर जी वो तो पुराना नियम है. അയ്യോ, അത് പഴയ നിയമമല്ലേ എന്ന് നമ്മൾ പറയും. ठीक है, नए नियम में जाते हैं. നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. पहला किताब पुराने नियम में, पहला किताब नए नियम में. നമ്മുടെ പുതിയ നിയമത്തിലുള്ള ആദ്യത്തെ പുസ്തകം നമുക്ക് നോക്കാം. मत्ती. മത്തായിയുടെ സുവിശേഷം. उधर दूसरा चैप्टर, यहाँ का दूसरा चैप्टर. ഇവിടുത്തെ 2ാമത്തെ അധ്യായം അവിടുത്തെ 2ാമത്തെ അധ്യായമാണല്ലോ നമ്മൾ यहाँ വായിച്ചത്. 11वीं आयत, 11वीं और 12वीं आयत, वहाँ 11वीं और 12वीं आयत. ഈ മത്തായിയുടെ സുവിശേഷം 2ന്റെ 11ഉം 12ഉം തന്നെ നമുക്ക് നോക്കാം. पुराने नियम और नए नियम में, दोनों में सेम देख ले जरा. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരേപോലെ, ഈവൻ ആ വേഴ്സും ഒരേപോലെ കിടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. और उस घर में पहुंचकर उस बालक को उसकी माता मरियम के साथ देखा और मुंह के बल गिरकर उसे प्रणाम किया और अपना अपना थैला खोलकर उसे सोना और लोबान और गंधरस की भेंट चढ़ाई. क्या क्या दिया? എന്തൊക്കെയാ കൊടുത്തത്? सोना. സോന, സ്വർണം दूसरा കൊടുത്തു. नहीं, वो सोने वाला सोना नहीं, സോന, സച്ച് വാല സോന, गोल्ड. ഗോൾഡ്. जरा वो शब्द निकले आपके मुंह से, गोल्ड बोलना. നമ്മുടെ എല്ലാം വാ തുറന്ന് സ്വർണം എന്നൊന്ന് പറയാം. जितना स्वर्णम. एलर्जी आज निकल जाएगा यीशु मसीह के नाम से. നമുക്ക് എത്രമാത്രം അലർജി അതിനോടുണ്ടോ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ജീവിതത്തെ വിട്ടു മാറട്ടെ. कितना सोना दिया. പൊന്ന് കിतना ദിയാ थैला भर के. दे उन्होंने ढूंढ के निकाला, അവരത് കണ്ടുപിടിച്ചു. $3 million worth of gold given. അവര് അതിന്റെ ഒരു വില കണ്ടുപിടിച്ചത് $3 million വർത്തുള്ള സാധനമാണ് അന്ന് അവിടെ അർപ്പിച്ചത്. $30 लाख. $30 ലക്ഷം. छोटा अमाउंट नहीं. ചെറിയ എമൗണ്ട് അല്ല. मेरा सवाल ये आपसे, എൻ്റെ ചോദ്യം നിങ്ങളോട് ഇതാണ്. यीशु मसीह तब भी बोल सकता है वेंडा वेंडा, नहीं नहीं चाहिए, मैं पाप नहीं करना चाहता, नहीं बोला. വേണ്ട വേണ്ട എന്നൊരു കാര്യമല്ല അന്നേരം ഇവിടെ പറഞ്ഞത്. उन्होंने धन्यवाद के साथ स्वीकार किया. അവിടെ സ്വീകരിക്കുകയാണ്. मैं प्रार्थना करता हूं ഞാൻ പ്രാർത്ഥിക്കുകയാണ്, आपके कलीसिया में നിങ്ങളുടെ ചർച്ചില്, अगर आप उड़ीसा के या कहीं के गांव से है तो, ഒറീസയിലെ മറ്റുള്ള ഏതെങ്കിലും സ്ഥലത്തെ ഗ്രാമത്തിൽ നിന്നാണ് നിങ്ങൾ शायद വരുന്നതെങ്കിൽ भेंट में आपको मुर्गी अंडा वगैरह मिल रहा होगा. ഒരുപക്ഷെ അവിടെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഈ മുറുകി, കോഴി, കോഴിയോ മുട്ടയോ ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പാസ്റ്റർമാർക്ക് തരുന്നത്. As an offering they'll give. ഒരു ഓഫറിംഗ് എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ആൾക്കാർ കൊണ്ട് തരാറുണ്ട്. क्योंकि गांव होने के कारण കാരണം അതൊരു ഗ്രാമമാണല്ലോ. आप विश्वास करें, എന്നാൽ നിങ്ങൾ വിശ്വസിക്കുക, आज से ഇന്ന് മുതൽ लोग सोना भी लेके आएंगे, അവര് സ്വർണം കൊണ്ട് ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കട്ടെ. चांदी भी लेके आएंगे. അവര് വെള്ളി കൊണ്ട് സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ. यीशु मसीह के पास पैसे थे. യേശുവിന്റെ കയ്യിൽ കാശുണ്ടായിരുന്നു. अरे देखते हैं जॉन चैप्टर 12. യോഹന്നാൻ 12 നമുക്ക് നോക്കാം. मैं बिना नोट्स के प्रचार कर रहा हूं आपके लिए. ഞാൻ നോട്ടൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രസംഗിക്കുക. नोट लूंगा तो फिर बहुत टाइम लगेगा. ഞാൻ നോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റഡി പോലെ ആയി പോകും. അത് ഒത്തിരി അധികമുണ്ടല്ലോ. 12 യോഹന്നാൻ 12, का ജോൺ 12, जॉन 12:6.
അതിൻ്റെ 6-ാം വാക്യം യോഹന്നാൻ उसने यह बात इसलिए ना कही कि उसे कंगालों की चिंता थी, परंतु इसलिए कि वह चोर था और उसके पास उनकी थैली रहती थी और उसमें जो कुछ डाला जाता था वह निकाल लेता था. वो अपनी सेवकाई चला रहा था साइड में. യൂദാസ് സൈഡിൽ കൂടെ യൂദാസ് ഒരു പേഴ്സണൽ മിനിസ്ട്രി ചെയ്യുന്നുണ്ടായിരുന്നു. वो अपनी जेब में डाल रहा था. അവന്റെ പോക്കറ്റിലോട്ട് പൈസ ഇടുമായിരുന്നു. अगर आपके जेब में 2000 10,000 रुपए हैं, നിങ്ങളുടെ പോക്കറ്റില് 2000 10,000 രൂപയുണ്ടെന്ന് കൂട്ടുക. अगर मैं पैसे उसमें से निकालूं, അതിനകത്തുനിന്ന് ഞാൻ പൈസ എടുത്താൽ आप लोग जान जाएंगे कि मैंने निकाला है. നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ അതിനകത്തുനിന്ന് എടുത്തിട്ടുണ്ടെന്ന്. अगर 10 लाख रुपए है तो ഇനിയിപ്പോൾ 10 ലക്ഷമാണ് പണസഞ്ചിക്കകത്ത് കൊണ്ടിടുന്നതെങ്കിൽ लोगों को नहीं पता चलेगा इतनी जल्दी. അതിനകത്തുനിന്ന് കുറച്ച് അടിച്ചു മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവത്തില്ല. यूदा क्या कर रहा था? യൂദാസ് എന്തുവാ ചെയ്തോണ്ടിരുന്നേ? सबको नहीं पता चल रहा. ആർക്കും തന്നെ ഈ വിഷയം കൂടെ പിടികിട്ടിയില്ല. यीशु मसीह जानता था യേശുവിനറിയായിരുന്നു ये चोरी कर रहा है. ഇവൻ തട്ടി മാറ്റുന്നുണ്ട്. अरे एक चीज बताऊं, ഒരു കാര്യം പറയട്ടെ, यीशु मसीह देखता है जब आप चंदा देते हो. നിങ്ങൾ ഓഫറിംഗിൽ കാശിടുമ്പോൾ യേശു ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. ആമേൻ. बाइबल में लिखा हुआ है വചനം അത് പറയുന്നു. एक स्त्री ഒരു വിധവ 2 सिक्के देती है. അവള് 2 വെള്ളിക്കാശ് ഇടുന്നു. वहां सामने लिखा हुआ यीशु मसीह उसके चंदे के दान के पात्र के सामने बैठ के देख रहा था लोग क्या देख रहे हैं. അവിടെ എഴുതിയിട്ടുണ്ട്, വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, യേശു അവൾ ആ പണസഞ്ചിയിൽ കൊണ്ട് എന്താണ് ഇടുന്നത്, വ്യക്തികൾ ഇടുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. आप जितना मर्जी गांधी को दबा लो, നിങ്ങൾ എത്രമാത്രം ആ നോട്ടിലുള്ള ഗാന്ധിയെ ഇങ്ങനെ പിടിച്ച്, परमेश्वर जानता है वो 10 रुपए वाला गांधी है या 500 रुपए वाला गांधी है. അത് 10 രൂപയുടെ ഗാന്ധിയാണോ 500ന്റെ ഗാന്ധിയാണോ എന്നൊക്കെ ദൈവത്തിന് അറിയാം. आप परमेश्वर को नहीं धोखा दे सकते. നിങ്ങൾക്ക് ദൈവത്തെ ഇങ്ങനെ ഇത് പറ്റിക്കാൻ ये കഴിയത്തില്ല. पढ़ाना मेरे को बहुत टाइम लगेगा. ഇത് പഠിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഒത്തിരി ये സമയമെടുക്കും. देने के लिए कभी कमी ना दिखाएं. നിങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ ഒരിക്കലും കുറവ് हमारे കാണിക്കരുത്. कलीसिया में हम जब देने का समय आता है हम कहते हैं हमारे आशीष का समय आ गया. ഞാൻ കൊടുക്കുന്ന സമയം വരുമ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഇങ്ങനെ പറയും, ഇതാ അനുഗ്രഹം പ്രാപിക്കാനുള്ള സമയം വന്നിരിക്കുകയാണ്. हमारे लोग खुशी से देने के लिए तैयार നമ്മുടെ ആൾക്കാർ, ഞങ്ങളുടെ ആൾക്കാർ കൊടുക്കാൻ ഭയങ്കര ഉത്സാഹമുള്ളവർ. അവർ കൊടുക്കും, खुशी के साथ देते हैं. അവർ സന്തോഷത്തോടെ കൊടുക്കും. इसीलिए അതുകൊണ്ട് वो दशांश देते हैं, അവര് ദശാംശമാണ് കൊടുക്കുന്നത്. चंदा देते हैं. അവർ കൊടുക്കും. आप दशांश देते हैं. നിങ്ങൾ ദശാംശം കൊടുക്കുമോ? दशांश तोड़ना नहीं. ഒരിക്കലും ദശാംശം കൊടുക്കുന്ന കാര്യത്തിൽ മടി मैंने बहुत കാണിക്കരുത്. सारे लोगों को देखा तोड़ के देते हैं, आधा इधर आधा उधर. അത് കുറച്ച് ഈ ചർച്ചിലും പിന്നെ കുറച്ച് വേറെ ഒരു മിനിസ്ട്രിക്കും അങ്ങനെയൊക്കെ അവർ വിഭാഗിച്ചു കൊടുക്കും. अगर आप गाड़ी के लिए प्रार्थना कर रहे हो, നിങ്ങളൊരു വണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, परमेश्वर आपको गाड़ी देता है, ദൈവം നിങ്ങൾക്കൊരു വണ്ടി തന്ന, इंजन और किसी को दे देता है. വണ്ടി തന്നിട്ട് എഞ്ചിൻ വേറെ ഒരാൾക്ക് കൊടുത്താലോ कैसे चलेगा? എങ്ങനെ വണ്ടി ഓടും? अरे पास्टर जी, पर दशांश तो पुराने नियम में नियम था. പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിന്റെ ഒരു വ്യവസ്ഥയായിരുന്നല്ലോ ദശാംശം. उत्पत्ति 14 में अब्राहम ने मल्किसेदेक को दशांश दिया. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം മെൽക്കീസദേക്ക് പുരോഹിതന് ദശാംശം കൊടുക്കുന്നതായി കാണുന്നു. वो नियम के नीचे नहीं था. അത് നിയമത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. सिर्फ उसने नहीं दिया, അദ്ദേഹം മാത്രമല്ല, अगर आप याकूब की जिंदगी देखो, യാക്കോബിന്റെ ജീവിതം നോക്കിയാൽ 28 में 28-ാം वो അധ്യായം परमेश्वर से कह रहा है, ദൈവത്തോട് പറയുകയാണ്, जब वो घर से भाग के जाता है, വീട്ടിൽ നിന്നും താൻ ഓടിപ്പോകും, अगर तू मुझे वापस लेके आएगा, എന്നെ അങ്ങ് മടക്കി കൊണ്ടുവന്നാൽ बेथेल में मैं तुझे 10 पोषण दूंगा, ബഥേലിൽ ഞാൻ നിനക്ക് ദശാംശം അർപ്പിക്കും, मैं दशवांश तुझे यहाँ दूंगा बेथेल में. ഇവിടെ ഞാൻ ദശാംശം അങ്ങേക്ക് തരും. 5% नहीं. 5% एक बार एक विश्वासी ने परमेश्वर से बोला, ഒരു പ്രാവശ്യം ഒരു വിശ്വാസി ദൈവത്തോട് പറഞ്ഞു, परमेश्वर तू मुझे 100 रुपए दे, मैं 50 तुझे दूंगा. ദൈവമേ അങ്ങ് 100 രൂപ എനിക്ക് തന്നാൽ 50 ഞാൻ തരും. चलते चलते सड़क में 50 रुपए मिले. അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ വഴിയില്ല 50 രൂപ കിട്ടി. परमेश्वर से 50 रुपए उठा के परमेश्वर से बोला, അത് 50 രൂപ കയ്യിലെടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ദൈവമേ मुझे पता है तू बहुत चालाक था, ദൈവമേ അങ്ങ് നല്ല ബുദ്ധിയുള്ള ആളാന്ന് तूने എനിക്കറിയാം. अपना कमीशन पहले ही काट लिया. ദൈവമേ നിന്റെ കമ്മീഷൻ പിടിച്ചിട്ടാന്ന് തോന്നുന്നു എനിക്ക് തന്നത്.
10वां भाग और 90% कौन सा छोटा है? 10 ദശാംശം അതാണോ അതോ 90% ഏതാ ഛോട്ടാ है? छोटा नंबर कौन सा है? അതിനകത്തെ ചെറിയ നമ്പർ ഏതാ? 10. 10 पक्का? आपको पक्का है? अगर छोटे चीजों में विश्वास योग्य है तो परमेश्वर और दे सकता है. ഈ ചെറിയ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തത കാണിച്ചാൽ ദൈവം അധികമായി നിങ്ങളെ തന്ന് അനുഗ്രഹിക്കും. मैं आशीष क्यों देखता हूं? എന്തുകൊണ്ടാണ് ഞാൻ അനുഗ്രഹം തരുന്നത്? मेरी सेवकाई में मैं अपना दशमांश देता हूं. ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ദശാംശം ഇടും. हम हमारे कलीसिया में डालते हैं. ഞങ്ങൾ ചർച്ചിൽ ഞങ്ങൾ ദശാംശം കൊടുക്കും. मैंने एक चीज सीखा हुआ है. ഞാൻ ഒരു കാര്യം मेरे പഠിച്ചിട്ടുണ്ട്. कलीसिया में कोई विजिटिंग पास्टर आ जाए मैं उनको नहीं देता अपना दशमांश. എൻ്റെ ചർച്ചിലോട്ട് ഒരു വിസിറ്റിംഗ് പാസ്റ്റർ വന്നു കഴിഞ്ഞാൽ എന്നാ ദശാംശത്തിന്റെ കുറച്ച് അദ്ദേഹത്തിന് ഇരിക്കട്ടെ എന്നൊരു വിധത്തിൽ ഞാൻ കൊടുക്കത്തില്ല. गुस्से नहीं होना प्लीज. എന്നോട് ദേഷ്യപ്പെടരുതേ. 30 गुना 60 गुना 100 गुना 30, 60, 100 മേനി. इब्रानियों के खत Hebrews it says like this chapter 7. എബ്രായ ലേഖനം 7-ാം അധ്യായം. As the time changes the priest changes. സമയം മാറുന്നതനുസരിച്ച് जैसे समय बदलता है पुरोहित बदलते हैं. സമയം മാറുന്നതനുസരിച്ച് പുരോഹിതനും മാറും. हमने अभी तक कायरोस और क्रोनोस के बारे में सुना हुआ है. നമ്മൾ കൈറോസ് ക്രോണോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ पर കേട്ടിരിക്കുന്നത്. 3 प्रीस्ट लोग हैं. എന്നാൽ 3 പുരോഹിതന്മാരുണ്ട്. ലേവി, एरोनिक, അഹരോനിൽ നിന്നുള്ളവര്, मेल्किसेदेक. മെൽക്കിസദേക്കിൽ നിന്നുള്ള പുരോഹിതന്മാർ. तो 3 लोग हैं. ഇവർ 3 പേരുണ്ട്. 30-fold, 60-fold, 100-fold. 30, 60, 100 മേനിയെ കുറിക്കുന്നവർ. एक प्रचारक जब आके प्रचार करता है, ഒരു പ്രാസംഗികൻ വന്ന് പ്രസംഗിക്കുമ്പോൾ आप जब उनको देते हो അദ്ദേഹത്തിന് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുമ്പം 30%, അത് 30% परमेश्वर ഉള്ളൂ. का घर എന്നാൽ ദൈവത്തിന്റെ ഭവനം जहां प्रेजेंस है, അവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം the ഇറങ്ങുന്നത്. Aaronic anointing, അവിടെയാണ് അഹരോനിയ അഭിഷേകം वहां വരുന്നത്. 60%, അവിടെ 60%. 100%. എന്നാൽ 100% आपकी जिंदगी में जो आपका मेल्किसेदेक है, നിങ്ങളുടെ ജീവിതത്തിൽ ആരാണോ മെൽക്കിസദേക്കായ പുരോഹിതൻ, आप जब उनको दोगे അവർക്ക് കൊടുക്കുമ്പോൾ 100%. 100% പ്രതിഫലം ദൈവം തരും. मैंने ये एक जगह सिखाया. ഞാൻ ഇതൊരു പഠിപ്പീരാണ്. ഞാൻ ഇതൊരിടത്ത് പഠിപ്പിച്ചപ്പോൾ केरल में एक बहुत बड़ा पास्टर है, उसका एक रिश्तेदार मेरे मीटिंग में बैठा हुआ था. കേരളത്തിലെ വലിയൊരു പാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ ഒരു റിലേറ്റീവ് ഈ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. उन्होंने ये सुना, ये जो मैंने बोला अभी. ഞാൻ ഈ പറഞ്ഞ കാര്യം അദ്ദേഹം കേട്ടു. अपने पास्टर को शॉपिंग के लिए लेके गया. പാസ്റ്ററിനെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോയി. शॉपिंग करवाया. ഷോപ്പിംഗ് എല്ലാം ചെയ്യിപ്പിച്ചു. उनको एक लिफाफा, आशीष का लिफाफा दिया. ഒരു കവർ അദ്ദേഹത്തിന് കൊടുത്തു. उसका नौकरी चले गया. അവന്റെ ജോലി പോയി. पर 6 महीने के लिए 6 മാസത്തേക്ക് उसका रेंट कोई देता रहा. ആരോ ആ മനുഷ്യന്റെ റെന്റ് കൊടുത്തോണ്ടിരുന്നു. उसको किसी ने एक नई गाड़ी खरीद के दी. ആരോ അവന് ഒരു പുതിയ വണ്ടി അങ്ങ് മേടിച്ചു കൊടുത്തു. इसने अपने रिश्तेदार को बुला के बोला, ഇദ്ദേഹം ആ റിലേറ്റീവിനെ വിളിച്ചു പറഞ്ഞു, पास्टर ब्लेसन को बुलाना, वो जबरदस्त प्रचार करते हैं. ആ പാസ്റ്റർ ബ്ലസനെ വിളിക്കണം, പുള്ളി ഭയങ്കര മെസ്സേജ് പറയുമെന്ന് പറഞ്ഞു. मैं आशीष देख रहा हूं. ഞാൻ അനുഗ്രഹം കാണുകയാണ്. मेरी यही इच्छा है എന്റെ ആഗ്രഹം ഇതാണ്, आप भी आशीष देखें. നിങ്ങളും അനുഗ്രഹം കാണണം. आपकी जिंदगी में जो मेल्किसेदेक है, നിങ്ങളുടെ ജീവിതത്തിലുള്ള മെൽക്കിസദേക്ക്, जो आपके पिता, आत्मिक पिता है, നിങ്ങളുടെ ആത്മീക പിതാവിന് इस भूमि में ഈ ഭൂമിയിൽ किसी को 2 पिता है यहाँ? ഇവിടെ ആർക്കെങ്കിലും 2 അപ്പന്മാരുള്ളവരുണ്ടോ? ഭൗമികമായി एक ही पिता है. ഒരു പിതാവല്ലേ നമുക്കുള്ളൂ. वैसे आत्मिक पिता भी एक हमारी जिंदगी में होना चाहिए. അതുപോലെ തന്നെ ഒരു ആത്മീക പിതാവ് നമ്മുടെ ജീവിതത്തിൽ सिमसोन ഉണ്ടായിരിക്കണം. जब बड़ा हुआ, ശിംശോൻ വലുതായപ്പോൾ उसके अपने पिता की बात नहीं सुनने के लिए तैयार था. അദ്ദേഹം തന്റെ പിതാവിന്റെ കാര്യം കേൾക്കാൻ മനസ്സ് കാണിച്ചില്ല. उसकी जिंदगी में कोई आत्मिक पिता नहीं था. അവന്റെ ജീവിതത്തിൽ ഒരു ആത്മീയ പിതാവുമില്ലായിരുന്നു. इसलिए वो गलत रास्ते में गया.
അതുകൊണ്ട് തന്നെ അവൻ തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ച് മുൻപോട്ട് പോയി. आप अपने आत्मीय पिता को पहचाने. നിങ്ങളുടെ ആത്മീയ പിതാവിനെ നിങ്ങൾ തിരിച്ചറിയണം. शायद आप कुछ ज्यादा नहीं कर सकते, ഒരുപക്ഷെ ഒത്തിരി അധികം ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. अपने एटलीस्ट मुंह से उन्हें आशीष दे. നിങ്ങളുടെ വായി കൊണ്ടെങ്കിലും വാക്കുകളും കൊണ്ടെങ്കിലും നിങ്ങൾ एक അനുഗ്രഹിക്കണം. बिस्किट खरीद के दे, ഒരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് മേടിച്ചു चॉकलेट കൊടുക്കുക, खरीद के दे. കുറച്ച് ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാം. जब चॉकलेट खरीदते मुझे को भी याद कर लेना प्लीज. पर आप कुछ ना कुछ करें. ഇവിടെ കാണും ചോക്ലേറ്റ് മേടിക്കുവാണെങ്കിൽ എന്നെ കൂടെ ഓർക്കണം. എന്തെങ്കിലും ചെയ്യും. आप करें, നിങ്ങൾ ചെയ്യണം. आप आशीष देखोगे. നിങ്ങളുടെ ജീവിതത്തിൽ ആ അനുഗ്രഹം മടങ്ങി നിങ്ങൾ കാണും. क्योंकि परमेश्वर नहीं चाहता आप कमी और घटी में जिए. ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിലും ജീവിക്കണമെന്ന്. मेरे को लोगों ने बोला हुआ है, എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, जिस जगह में मैं रहता हूँ, ഞാൻ താമസിക്കുന്ന സ്ഥലം, मैं जब सड़क में चल के जाता हूँ, ഞാൻ റോഡിലൂടെ നടന്നു लोग പോകുമ്പോൾ मेरे को पहचानते मैं कौन हूँ. ആൾക്കാർക്കറിയാം ഞാൻ ആരാന്ന്. परमेश्वर ने उतना आदर दिया हुआ उस जगह में. അത്രയും അധികം ആ ദേശത്ത് ദൈവം എന്നെ ഉയർത്തുവാൻ ഇടയായി തീർന്നു. गोरों के बीच में एक सिर्फ मैं अकेला. ഒത്തിരി മനുഷ്യർ പാർക്കുന്ന ആ സ്ഥലത്തിൽ എന്നെ ഒരുവനായി ദൈവം അപ്രകാരം അവിടെ നിർത്തിയിരിക്കുക. वहाँ के मेयर सब गोरे लोग. അവിടുത്തെ മേയർമാരെല്ലാരും വെള്ളക്കാരാ. उसके बाद भी അതിനുശേഷവും इंडिया से, पंजाब के गांव से एक छोटा लड़का उस देश में पहुंचा. वहां परमेश्वर ने आदर दिया. പഞ്ചാബിന്റെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന ഈ ഒരു ബാലനെ ദൈവം ഭാരതത്തിൽ നിന്നും അവിടെ കൊണ്ടുവന്ന് ഒരുപാട് മാന്യത നൽകുവാനിടയായി. यीशु मसीह गरीब नहीं था. യേശു കർത്താവ് ദാരിദ്ര്യത്തിൽ ജീവിച്ചതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. उसके कपड़े की तरफ देख लो. യേശുവിന്റെ വസ്ത്രം ഒന്ന് നോക്കിയാട്ടെ. അവരെ ചീട്ടിടാൻ തുടങ്ങി അവിടെ. उनके कपड़े के लिए वहां पर लोग आपस में जो है ये करने लगे, पर्ची डालने लगे. पर्ची डालने लगे. किसको मिलेगा? ആർക്കാ ഇതിന് കിട്ടാൻ പോകുന്നത്? अरे आपके और मेरे शर्ट के लिए कौन पर्ची डालेगा? നമ്മളൊക്കെ ഇടുന്ന വസ്ത്രത്തിന് വേണ്ടി ആരെങ്കിലും ചീട്ടിട്ട് ലേലം വെച്ച് മേടിക്കാൻ നോക്കുമോ? सबसे पहली बार सऊदी अरेबिया में मैंने देखा लोग मेरे कपड़े के पीछे पड़े हुए हैं. സൗദി അറേബ്യയിലാണ് ആദ്യമായിട്ട് എന്റെ വസ്ത്രത്തിന് വേണ്ടി ആൾക്കാർ നടക്കുന്നത് ഞാൻ नहीं കണ്ടത്. तो मेरे को पता है. അല്ലെങ്കിൽ എനിക്കറിയാം. मेरे घर में मैं जो पहले बनियान पहनता था, आजकल मेरे गाड़ी साफ करते उससे. ഞാൻ ഇടുന്ന ബനിയൻ കുറച്ച് നാൾ കഴിയുമ്പം അതെടുത്ത് വണ്ടി തുടയ്ക്കാൻ ഉപയോഗിക്കും. कोई वैल्यू नहीं. അതിനൊരു വിലയുമില്ല. यीशु मसीह के कपड़े, എന്നാൽ യേശു ധരിച്ച വസ്ത്രം जब मौका मिलेगा घर जाके पढ़ना. നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ വീട്ടിൽ പോയി क्योंकि പഠിക്കണം. मैं प्रार्थना करना चाहता हूँ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. 5000 लोगों को खाना खिलाया. 5000 പേർക്ക് യേശു ഫുഡ് കൊടുത്തു. आपने बोला अरे वहां तो चमत्कार हुआ. അപ്പൊ നമ്മൾ പറയും, ഓ അതൊരു അത്ഭുതമല്ലായിരുന്നോ? आपने ध्यान से नहीं पढ़ा. നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചില്ല. क्योंकि वहां उसके शिष्य उनसे पूछ रहे हैं. ശിഷ്യന്മാർ യേശുവിനോട് वो ചോദിക്കുന്നുണ്ട്, चमत्कार करने से पहले ഈ അത്ഭുതം സംഭവിക്കുന്നതിന് മുൻപ് क्या हम जाके खाना खरीद के आए? ഞങ്ങൾ പോയി ഫുഡ് മേടിച്ചോണ്ട് വരണോ? मतलब पैसा होगा ना खरीदने के लिए. അപ്പൊ ഫണ്ട് അവരുടെ കയ്യിൽ ഉണ്ടായിട്ടില്ലയോ അങ്ങനെ ഒരു ചോദ്യം വന്നത്? पैसे नहीं है तो अरे जानते नहीं हो. അഥവാ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു ചിന്ത പോലും, ഒരു ഡിസ്കഷൻ പോലും അവിടെ വരത്തില്ല. हमारा बैग तो खाली है. അയ്യോ എൻ്റെ പേഴ്സിൽ ഒന്നുമില്ല. पत्रोस की तरफ देखो. പത്രോസിനെ നോക്ക്. वो वहां पहुंचा, गेट कॉल्ड ब्यूटीफुल. ബ്യൂട്ടിഫുൾ, സുന്ദരമെന്ന ഗോപുരത്തിന്റെ അടുത്തെത്തിയപ്പോൾ मेरे ख्याल से वो थोड़ा बहुत पेंटिकॉस्टल था. അത് അദ്ദേഹം ഒരു ബന്ധക്കോസ ആയിരുന്നു. उसने अपना जेब दिखाया, देख कुछ नहीं है. അദ്ദേഹം ഇങ്ങനെ പോക്കറ്റ് പുറത്തോട്ട് കാണിച്ചു. उनके पास कुछ नहीं था, ഒന്നുമില്ല. पर उनके पास शक्ति था പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ ശക്തി जो सब कुछ ഉണ്ടായിരുന്നു. बदल सकता था. സകലത്തെയും രൂപാന്തരപ്പെടുത്തുവാൻ അതിൽ वो കഴിവുണ്ടായിരുന്നു. शक्ति आपके अंदर भी है. ആ ശക്തി നിങ്ങളുടെ ഉള്ളിലുമുണ്ട്. आप भी बदल सकते हैं आपकी स्थिति. നിങ്ങളുടെ സാഹചര്യത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നിങ്ങൾക്കും കഴിയും. गरीबी को ना स्वीकारें. നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യത്തെ താലോലിക്കരുത്, അതിനെ സ്വീകരിക്കരുത്. बीमारी को ना स्वीकारें. രോഗത്തെ നിങ്ങൾ സ്വീകരിക്കരുത്. आरोन की लकड़ी की तरफ देखें. അഹരോന്റെ ആ തളിർത്ത വടി जमीन में नहीं है. जमीन में इट्स नॉट इन द ग्राउंड. അത് ഭൂമിയിലല്ല, उसको काटा गया है.
അതിനെ മുറിച്ചെടുത്തതാണ്. वो सूखा हुआ लकड़ी है, അതൊരു ഉണങ്ങിയ വടിയാണ്. पानी डाले तो भी कुछ नहीं होगा. ഇനി അങ്ങനെ ഒരു സാധനത്തിന്റെ പുറത്ത് വെള്ളം ഒഴിച്ചാൽ പോലും ഒന്നും पर സംഭവിക്കത്തില്ല. अभिषेक होने के कारण എന്നാൽ അഭിഷേകത്തിന്റെ നിലവാരത്തിൽ सिर्फ फल नहीं, അതിനകത്ത് फूल नहीं, ഫലപുഷ്ടി എന്നുള്ളതല്ല, सिर्फ फूल नहीं, അതിനകത്ത് പുഷ്പം വന്നു उसके എന്നല്ല, ऊपर फल भी था. അത് തളിർത്തു വന്നു, ഫലമുളവാക്കി. शायद लगेगा आप मरे हुए हैं, ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങൾ മരിച്ചിരിക്കുക, आप कुछ नहीं कर सकते. നിങ്ങൾക്കൊന്നും ചെയ്യാൻ पर പറ്റുന്നില്ല. अभिषेक आए तो പക്ഷേ അഭിഷേകം आप വ്യാപരിക്കുമ്പോൾ फलदायक होंगे. നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറും. आपके जिंदगी में आप फल देखोगे, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫലം കാണും. क्योंकि परमेश्वर കാരണം ദൈവമോ आपको इस्तेमाल करना चाहता है. നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. भजन संगीता സങ്കീർത്തനം 2 चीज करता हूं, जल्दी से करता हूं. मैथ्यू 6:33 फर्स्ट. മത്തായി 6:33 നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. Seek ye first the kingdom of God and his righteousness and all the things മുൻപേ shall be added. ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ നിങ്ങൾക്ക് ഇതൊക്കെയും सबसे ലഭിക്കും. पहले ഏറ്റവും ആദ്യം परमेश्वर का राज्य. ദൈവത്തിന്റെ രാജ്യം. ध्यान से सुनना, 1 मिनट इधर को देखना. ശ്രദ്ധിച്ച് കേൾക്കണമേ. अगर पहला राज्य परमेश्वर का है, ആദ്യം ദൈവത്തിന്റെ രാജ്യമാണെങ്കിൽ पहला है तो दूसरा भी होगा, ആദ്യം എന്ന് പറഞ്ഞാൽ രണ്ടാമതും കാണുമല്ലോ, दूसरा है तो तीसरा भी होगा. രണ്ടാമതുണ്ടെങ്കിൽ മൂന്നാമതും ഉണ്ട്. नहीं तो पहला नहीं कहना. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആദ്യം എന്ന് പറയേണ്ട കാര്യമില്ല. अगर आप पढ़ोगे വായിക്കുമ്പോൾ पहला परमेश्वर का राज्य, ആദ്യം ദൈവത്തിന്റെ രാജ്യം, दूसरा कौन सा है? രണ്ടാമത്തെ എന്താണ്? शैतान का राज्य, ശൈത്താന്റെ രാജ്യം, तीसरा മൂന്നാമത് दूतों का राज्य. ദൂതന്മാരുടെ രാജ്യം. अगर आपने साइंस पढ़ा है तो നിങ്ങൾ സയൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ एनिमल किंगडम, जानवरों का राज्य. ആനിമൽ കിങ്ഡം എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. प्लांट किंगडम, वृक्ष का राज्य. പ്ലാന്റ് കിങ്ഡം, സസ്യങ്ങളുടെ ഒരു കിങ്ഡം. लोग ज्यादातर प्लांट किंगडम, वृक्ष राज्य के पीछे चलते हैं. ഒത്തിരി മനുഷ്യരും ഈ പ്ലാന്റ് കിങ്ഡത്തിന്റെ പുറകിലാണ്. आउट ऑफ प्लांट कम्स पेपर, आउट ऑफ पेपर कम्स मनी. ഈ പ്ലാന്റിൽ നിന്നും പേപ്പറും പേപ്പറിൽ നിന്നും സമ്പത്തും വരുന്നത് കൊണ്ട്. पर परमेश्वर क्या कहता है? എന്നാൽ ദൈവം എന്താ പറയുന്നത്? सबसे पहला उसका राज्य, ഏറ്റവും ആദ്യമേ ദൈവത്തിന്റെ രാജ്യം, बाकी सब पीछे आएंगे. അതിന്റെ പുറകെ ബാക്കി എല്ലാം വരും. मतलब आपको ढूंढने की जरूरत नहीं है, നിങ്ങൾ അതിനെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, सोचने की जरूरत नहीं है. അതിനെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. आपका ध्यान परमेश्वर पे लगा रहे. നിങ്ങളുടെ ശ്രദ്ധ ദൈവത്തിൽ മാത്രം भजन ഇടുക. संगीता 115 का 14वां आयत. 115 സങ്കീർത്തനം. आज मैंने जो प्रचार किया, ഇന്ന് ഞാൻ പഠിപ്പിച്ച കാര്യം, आप इसको 10-15 मैसेजेस बना सकते हो. നിങ്ങൾ ഇതിനെ ഒരു 15 മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് ഇത് പറയുവാൻ, एक ചിന്തിക്കുവാൻ चीज का കഴിയും. मैसेज कर सकते हो. ഓരോ കാര്യം വെച്ച് നിങ്ങൾക്ക് ദൈവവചനത്തിൽ നിന്ന് പഠിക്കുവാൻ वहां കഴിയും. लिखा हुआ the Lord bless you more and more, you and your children. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ധാരാളമായി അനുഗ്രഹിക്കട്ടെ. The Lord bless you. परमेश्वर आपको आशीष दे. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. परमेश्वर आशीष देने वाला परमेश्वर है, ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. उसमें हमें कोई शक नहीं है. അതിനകത്ത് നമുക്ക് ഒരു സംശയവുമില്ല. The Lord bless you more and more. ദൈവം നിങ്ങളെ കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. More and more. കൂടുതൽ കൂടുതൽ, more ज्यादा and और more. ज्यादा. കൂടുതലും കൂടുതലുമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. मैं जरा समझाऊं आपको. ഞാൻ ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കട്ടെ. मिस्र में कुछ नहीं है. മിസ്രൈമിൽ ഒന്നുമില്ല. वहां से बाहर निकले. അവിടുന്ന് പുറത്തിറങ്ങി. अगर परमेश्वर आपको बाहर निकाल रहा है, ദൈവം പുറത്തിറക്കുന്നുവെങ്കിൽ आपको कहीं अच्छे जगह में लेके जा रहा है. ഒരു നല്ല സ്ഥലത്തോട്ടാ കൊണ്ടുപോകുന്നതെന്ന് ഓർക്കണം. मिस्रम से बाहर निकाला. മിസ്രൈമിൽ നിന്നും ഇറങ്ങി. मरुभूमि मिस्रम से ज्यादा मिल रहा है उनको वहां. മരുഭൂമിയിൽ അവർക്ക് മിസ്രൈമിൽ നിന്ന് കിട്ടിയതിലും അധികം കിട്ടുകയാ. यहाँ 30% खाने को थोड़ा सा बहुत मिलता है. ഒരു 30% കഴിച്ച് ജീവിച്ചു പോകാൻ കിട്ടുന്നുണ്ട്. पर यहाँ से जब बाहर निकले, അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ अब तो बंदी भी नहीं है. അവിടെ അവര് ഇപ്പോൾ അടിമകളല്ല. अब खाने को मिल रहा, मोर ज्यादा मिल रहा है. അവർക്ക് കൂടുതൽ ഭക്ഷിക്കുവാൻ കിട്ടുന്നു. पर वायदा के देश में എന്നാൽ വാഗ്ദത്ത നാട്ടിൽ 100%, 100%, मोर एंड मोर. മോർ ആൻഡ് മോർ, അധികമായി. परमेश्वर आपको वायदा के देश में लेके जाना चाहता है. ദൈവം ഈ വാഗ്ദത്ത നാട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. मरुभूमि में छोड़ने के लिए नहीं कोशिश कर रहा. तुम्हें मरुभूमि में छोड़ने के लिए परमेश्वर ने नहीं परमेश्वर लाया. आपको मिस्रम से निकाल के मरुभूमि से लेके वायदा के देश में लेके जाना चाहता है. മിസ്രൈമിൽ നിന്നും ഈ മരുഭൂമി വഴി വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ് ദൈവം നിന്റെ കരം उसके പിടിച്ചിരിക്കുന്നത്. बाद क्या कहता है? അത് കഴിഞ്ഞ് എന്താണ് പറയുന്നത്? आपके लिए नहीं, നിങ്ങൾക്ക് വേണ്ടിയല്ല, आपके बच्चों के लिए. നിങ്ങളുടെ മക്കളുടെ മക്കൾക്ക് വേണ്ടി. अच्छा मनुष्य कौन है?
ഏതാണ് നല്ല മനുഷ്യൻ? अपने बच्चों के बच्चों को कुछ छोड़ के जाता है। മക്കളുടെ മക്കൾക്ക് വേണ്ടി അവകാശങ്ങളെ വെച്ചിട്ട് आज പോകുന്നവൻ. विश्वास करें, ഇന്ന് വിശ്വസിക്കുക. आपकी जिंदगी में बदलाव आ रहा है। എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന आप രൂപാന്തരം, कमी घटी में नहीं जियोगे, നിങ്ങൾ ഒരിക്കലും കുറവിൽ पर ജീവിക്കത്തില്ല. आशीष में जियोगे। നിങ്ങൾ അനുഗ്രഹത്തിൽ ജീവിക്കും. मिस्र में नहीं जियोगे, നിങ്ങൾ മിസ്രൈമിലല്ല, मरुभूमि में नहीं നിങ്ങൾ जियोगे, മരുഭൂമിയിലല്ല, पर वायदा के देश में जियोगे। നിങ്ങൾ വാഗ്ദത്ത നാട്ടിൽ ജീവിക്കാൻ वही വിളിക്കപ്പെട്ടവർ. आपकी जिंदगी होगी, അതാണ് നിങ്ങളുടെ ജീവിതം. वही आपकी सेवकाई होगी, അത് തന്നെ നിന്റെ ശുശ്രൂഷ, वही आपकी सेवकाई और आपकी मिनिस्ट्री होगी। അത് തന്നെ നിന്റെ ശുശ്രൂഷ ആയി തീരും. आज सुबह एक ब्रदर पास्टर जी बोल रहे थे यहाँ, ഇന്ന് രാവിലെ ഒരു ബ്രദർ ഇവിടെ ശുശ്രൂഷിച്ചപ്പോൾ the least shall be 1,000, അവിടെ ഏറ്റവും ചെറിയ ആള് 1000 പിടിക്കും, छोटा 1000 होगा। ഏറ്റവും ചെറുത് 1000 विश्वास രൂപാന്തരപ്പെടും. करें നിങ്ങൾ कि വിശ്വസിക്കണം. परमेश्वर आपकी स्थिति को बदल रहा है। ദൈവം നിന്റെ അവസ്ഥയെ മാറ്റുകയാ. परमेश्वर आपकी तरफ धन लेके आ रहा है, ദൈവം സമ്പത്തിനെ നിന്നിലേക്ക് उसकी അയക്കുകയാ. आशीष आपकी तरफ आ रही है। ദൈവത്തിന്റെ അനുഗ്രഹം നിന്നെ തേടി വരികയാ. उसको बोलते रहो, आओ आओ आओ, നിങ്ങൾ പറ, ദൈവമേ വരട്ടെ, क्योंकि जब वो വരട്ടെ. आएगा, जब आपकी तरफ आएगा, അത് നിന്നിലേക്ക് വരുമ്പോൾ आप और कर पाओगे, നിനക്ക് ഇനിയും ചെയ്യുവാൻ आप കഴിയും. और कर पाओगे। നിനക്ക് ഇനിയും ചെയ്യുവാൻ കഴിയും. परमेश्वर आपको और इस्तेमाल करना चाहता है। ദൈവം നിന്നെ കൂടുതൽ ഉപയോഗിക്കും. आज अपनी जिंदगी परमेश्वर के हाथों में समर्पण करते हुए ഇന്ന് നിന്റെ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. परमेश्वर से कहे, ദൈവത്തോട് പറയുക, सब कुछ तुझे देता हूँ, ദൈവമേ എല്ലാം നിനക്ക് तू തരികയാണ്. मुझे जो देगा അങ്ങനിക്ക് എന്ത് वो തന്നാലും तेरा ही है, അതെല്ലാം पर मैं അങ്ങയുടേതാണ്. विश्वास योग्य रहूंगा। പക്ഷേ ദൈവമേ ഞാൻ വിശ്വസ്തനായി നിലകൊള്ളും. मेरे हृदय में कोई घोट नहीं होगी। എന്റെ ഹൃദയത്തിൽ ഒരു കളവും കാണത്തില്ല. परमेश्वर, ദൈവമേ मुझे तू विश्वास कर सकता है, അങ്ങയ്ക്ക് എന്നെ വിശ്വസിക്കും. मैं छोटी चीजों में विश्वास योग्य हूँगा। ഞാൻ ഏറ്റവും ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കും. कितने लोग कहेंगे, എത്ര പേര് പറയും, मैं जिस स्थिति में हूँ ഞാൻ ഏത് അവസ്ഥയിലാണോ वहां नहीं जीना चाहता, അവിടെ തന്നെ ഞാൻ ജീവിതം തുടരാൻ मेरी जिंदगी में ആഗ്രഹിക്കുന്നു. बदलाव आना चाहिए, എന്റെ ജീവിതത്തിൽ രൂപാന്തരം कर्जे വരണം. से बाहर आना चाहिए। കർത്താവേ കടത്തിൽ നിന്ന് പുറത്തു ये വരണം. साल खत्म होने से पहले ഈ വർഷം തീരും മുൻപ് परमेश्वर एक अद्भुत काम आपकी जिंदगी में करे। ദൈവം ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ परमेश्वर ചെയ്യുവാൻ आपके लिए ഇടയാകട്ടെ. दरवाजे खोले, ദൈവം നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കട്ടെ. आप कह पाए परमेश्वर ने किया हुआ अद्भुत काम है। നിങ്ങൾക്കത് പറയുവാൻ സാക്ഷ്യമായി പറയുവാൻ കഴിയട്ടെ. ये- ദൈവം ഒരു അത്ഭുതം എന്റെ ये बल ജീവിതത്തിൽ से ചെയ്തു. नहीं, ये शक्ति से नहीं, ഇത് ബലത്താലല്ല ശക്തിയാലല്ല, पर परमेश्वर की आत्मा के द्वारा आपकी जिंदगी എന്നാൽ में हो। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അത് അപ്രകാരം സംഭവിക്കുന്നു. मेरी प्रार्थना यही है आपके लिए, നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ പ്രാർത്ഥന ഇത് आप തന്നെയാണ്. परमेश्वर की आशीष देखें, നിങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കാണണം. अपने हाथ तो अपने सर पे रखें, നിങ്ങളുടെ കരം നിങ്ങളുടെ തലയുടെ മേൽ നിങ്ങൾ अपने വെക്കണം. आप को आशीष देना शुरू करें, നിങ്ങളെ തന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങണം. अपने आप के ऊपर बोलने लगे, നിങ്ങൾ നിങ്ങളെ കുറിച്ച് തന്നെ പറയാൻ मेरी തുടങ്ങണം. स्थिति बदलने वाली है, എന്റെ അവസ്ഥ मैं മാറുകയാണ്. आशीषित होने वाला हूँ, ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ परमेश्वर പോകുകയാണ്. मुझे आशीष देगा। ദൈവം എന്നെ അനുഗ്രഹിക്കും. विश्वास के साथ അവിശ്വാസത്തോടെ बोले, പറയുക, बोले, പറയുക, उसने जो वायदा किया है ദൈവമേ അങ്ങ് എന്നോട് വാഗ്ദത്തം वो ചെയ്തത് पूरा करेगा। അത് ദൈവം विश्वास के പൂർത്തീകരിക്കും. साथ बोले, വിശ്വാസത്തോടെ പറയുക. क्योंकि आज കാരണം ഇന്ന് सारे श्राप टूट रहे हैं, എല്ലാ ശാപങ്ങളും सारे മാറുക. श्राप टूट रहे हैं, ശാപങ്ങൾ മാറുകയാ. आप छुटकारा में आ रहे हो, ദൈവം വിടുവിക്കുക. मिस्र से बाहर आ रहे हो, മിസ്രിൽ നിന്ന് പുറത്തു വരികയാ. फरो आपको नहीं पकड़ेगा, ഫറവോൻ ഇനി നിന്നെ പിടിക്കത്തില്ല. फरो आपको नहीं रोकेगा, ഫറവോൻ ഇനി നിന്നെ തടയത്തില്ല. क्योंकि परमेश्वर आपको बाहर लेके आ रहा है, കാരണം ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരിക. परमेश्वर रास्ते खोल रहा है, ദൈവം നിനക്ക് വേണ്ടി വാതിലുകളെ परमेश्वर का തുറക്കുക. हाथ आपके लिए बढ़ा रहा है। ദൈവം തന്റെ കരം നിന്നിലേക്ക് നീട്ടുകയാണ്. विश्वास करें, നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വാസ് കരേ. നിങ്ങൾ വിശ്വസിക്കുമോ? ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ.